Prayer. Dear God, we thank you for this new day. Fill our hearts with peace and joy. Guide our thoughts to wisdom and truth. Bless our teachers who lead us and our friends who learn with us. Help us to be kind, sincere, and hardworking so that today becomes a day for learning and growth. Amen. Sign in. Good morning, everyone. I am Jasmine. You are all welcome to our today's online class. I am so happy to see you together here. I hope the class will be more interesting. I hope you will enjoy the class. I would like to invite Disha ma'am to conduct today's class. I also invite Tessie for today's thought. Thank you. Thank you, Jasmine, inviting me. Good morning, ma'am, and good morning, my dear friends. You cannot change your future, but you can change your habits, and surely your habits will change your future. Thank you. ലവ്ലി ചേച്ചി ഉണ്ടോ ക്ലാസ്സില്? ഹലോ. ചേച്ചി ചേച്ചി കഴിഞ്ഞ ദിവസം ചോദിച്ചില്ലേ മറ്റേ ആം, തോട്ടുമുഖം പാലത്തിൽ കൂടെ തന്നെയാണ് മറ്റേ എയർപോർട്ടിൽ പോണ പാലം തന്നെയാണ് ചോദിച്ചില്ലേ? ആ, ആ, ആ പാലം തന്നെയായിട്ട് അത് എനിക്ക് മാറിപ്പോയതാ. ആണോ? ഞാൻ അവിടെയൊക്കെ കുറച്ചൊക്കെ എനിക്ക് അറിയാൻ പാടില്ല. ആലുവയുടെ അപ്പുറത്തോട്ട് എയർപോർട്ടിൽ പിന്നെ ചേട്ടനെയൊക്കെ എല്ലാവരും മിക്കവരും കൊണ്ടാക്കാനൊക്കെ ഇപ്പൊ മങ്ങ വഴി എപ്പോഴും പോണതാണല്ലോ. അതാ ആ ചോദിച്ചേട്ടൻ. ആ ആഹാ. ആ. അതിന്റെ അതിൽ കൂടെ സൈഡില് പോയിട്ടുണ്ടെങ്കിൽ അതിലേ അതിൽ കൂടെ പോയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ആ എയർപോർട്ടിന്റെ ബാക്ക് വശത്ത് നമുക്ക് ഒരു സൈഡില് ട്രെയിനും പോണത് കാണാം, നടുക്കേ കൂടെ റോഡും പോണ കാണാം, ഒരു സൈഡില് എയർപോർട്ടും കാണാം. അപ്പൊ ഈ വന്ന് ഉവ്വ. ഇറങ്ങാൻ ഫ്ലൈ ഓഫ് ചെയ്യുന്നതൊക്കെ കാണാം നമുക്ക്. ആണോ? ഉം. ഓ, നല്ല ഭാഗ്യമാണല്ലോ. നല്ല രസമായിരിക്കും അവിടെ. എല്ലാരും വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർ വന്ന് അവിടെ വെറുതെ അങ്ങനെ വന്നിങ്ങനെ നിൽക്കും. ഞാൻ ശരി. അതിലെ പോയിട്ടുണ്ട്. നമ്മുടെ കാഞ്ഞൂര് അതിലെ പോവാല്ലോ അല്ലേ? ആ വഴി കൂടെ അല്ലേ പോണെ കാഞ്ഞൂര്? എനിക്ക് അറിഞ്ഞൂടാ ചേച്ചി. ആണോ? ഇത് പറഞ്ഞ കാരണം പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ പറഞ്ഞതാണ് പെട്ടെന്ന്. ആ, ഓക്കേടാ, ഓക്കെ, ആ ശരി ശരിടാ, ഓക്കേടാ, താങ്ക് യുടാ. ആ ശരി. ഞാനൊരു കഥ പറയട്ടെ. പറയൂ ചേച്ചി. മിട്ടന്റെ സൈക്കിൾ. മഹാസൂത്രക്കാരനായിരുന്നു കിട്ടുകുറുക്കൻ. ഒരു ദിവസം നടക്കാനിറങ്ങിയ അവൻ മിട്ടൻ മുയലിന്റെ സൈക്കിൾ കണ്ടു. സൈക്കിൾ എവിടെ വെച്ചിട്ട് മിട്ടൻ എവിടെ പോയി? കിട്ടു ചുറ്റും നോക്കി. മിട്ടൻ അവിടെ എങ്ങും കണ്ടില്ല. മിട്ടൻ കാണാതെ സൈക്കിൾ തട്ടിയെടുത്ത് സ്ഥലം വിടാം കിട്ടു കരുതി. അവൻ മെല്ലെ സൈക്കിളിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് സൈക്കിളിൽ കയറി ഒറ്റ പോക്ക്. സൈക്കിളുമായി വരുന്നു കുച്ചുകുറുക്കൻ കിട്ടു. ബെല്ലടിച്ചു വരുന്നു, വഴിമാറിക്കോ വേഗം. കിട്ടു മിട്ടൻ വന്ന് നോക്കിയതും അതാ കിട്ടുകുറുക്കൻ തന്റെ സൈക്കിളും എടുത്ത് പായുന്നു. മിട്ടൻ സൈക്കിളിന്റെ പിന്നാലെ ഓടിച്ചെന്നു. ബെല്ലുമടിച്ചു ഓടല്ലേ നീ കൊച്ചു കുറുക്ക കിട്ടു, ബ്രേക്കിനതിനില്ലേ പായില്ലേ നീ കൊച്ചു കുറുക്ക നിൽക്കൂ. മിട്ടൻ പറഞ്ഞതൊന്നും കിട്ടു കേട്ടില്ല. അവൻ സൈക്കിളിൽ കുതിച്ചു പാഞ്ഞു. ഇറക്കം വിട്ടതും കിട്ടും ബ്രേക്ക് പിടിച്ചു. അപ്പോഴാണ് അവന് പിടികിട്ടിയത് സൈക്കിളിന് ബ്രേക്ക് ഇല്ലെന്ന്. പാഞ്ഞുപോയി സൈക്കിൾ നിർത്താൻ പറ്റാതെ ഒരു മരത്തിൽ ഒറ്റയിടി. കിടിൽ.
തെറിച്ചു പോയ കിട്ടു മൂക്കും കുത്തി വീണു. മിട്ടൻ ബ്രേക്ക് നന്നാക്കാൻ വെച്ചിരുന്ന സൈക്കിളായിരുന്നു അത്. അങ്ങനെ വികൃതിയായ കിട്ടു ഒരു പാഠം പഠിച്ചു. താങ്ക് യു. എല്ലാവരും കളറിൻ്റെ ആക്ടിവിറ്റി ചെയ്തോ? ഇല്ല, തുടങ്ങിയിട്ടില്ല. കിട്ടിയോ? എല്ലാ കളറും കിട്ടിയോ? 11 കളറും കിട്ടിയോ? ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ, വന്നിട്ടില്ല. എനിക്ക് ആഷ് കിട്ടിയില്ല, ബാക്കിയെല്ലാം കിട്ടി. ആഷ് ഇല്ല അവിടെ. Good morning. ഗുഡ് മോർണിംഗ് മാം. Good morning, ma'am. Morning. രാവിലേക്ക് ഇന്ന് പോകണ്ടായിരുന്നോ? ഇന്ന് സ്കൂളിൽ പോകണ്ടേ? ഇല്ല മാം, ഒരു ദിവസത്തെ ലീവിന് വേണ്ടിയിട്ടാണ് വേക്കൻസിയിലാണ്. അതെ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ മാം. ഞാൻ പറഞ്ഞല്ലോ, മാമിനോട് പറഞ്ഞല്ലോ. ഞാൻ ഗ്രൂപ്പിലും ഇവർക്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്തായിരുന്നു. ഓക്കെ മാം. ഓക്കെ ഫൈൻ. സോ നിങ്ങൾ പ്രെയർ എല്ലാം കഴിഞ്ഞല്ലോ അല്ലേ? കഴിഞ്ഞു മാം. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 3 എടുക്കുമായിരുന്നു. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും കൂടി എടുക്കാനുണ്ട്. സോ യൂണിറ്റ് 3 ഒരു ജസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് പോകുന്നതിന് പകരം ഒരു ടോപ്പിക് അങ്ങ് തീർന്നിട്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, സോ എവിടെ വരെയായി നമ്മൾ? വേറെ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് ആണ് ഇനി എടുക്കേണ്ടത്. ഷെയർ ചെയ്യട്ടെ. 10 ക്വസ്റ്റ്യന്റെ അസൈൻമെന്റ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നോ? ഇല്ല. സർവേയുടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടോ? ഇല്ല മാം, ഇല്ല മാം, ഒന്നും ഇട്ടിട്ടില്ല. ഓക്കെ.
സോ ഞാനിപ്പോ സർവേയുടെ ഡീറ്റെയിൽസ് ആദ്യം തരാം, എന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പിങ്ക് ടവർ ഇല്ലേ, അത് 10 ക്യൂബ്സ് മാത്രമാണ്, അതിന്റെ ഷേപ്പ് എല്ലാം ക്യൂബ് മാത്രമാണോ ഉള്ളത്? അതെ അതെ, 10 ക്യൂബ്സ് ആണ്. ആ ക്യൂബ്സ് അല്ലേ ഇങ്ങനെ അടുക്കി വെക്കണേ, അല്ലാതെ അങ്ങനെ ചേർത്ത് വെക്കാൻ പാകത്തിനുള്ള അങ്ങനെ ഇതൊന്നുമില്ലല്ലോ, ജോയിന്റ്സ് പോലത്തെ ഒന്നുമില്ലല്ലോ അതില്? ഇല്ല, അത് സെപ്പറേറ്റ് ആണ്, എല്ലാ പീസും സെപ്പറേറ്റ് ആണ്. ആ ക്യൂബ് മാത്രമായിട്ടുള്ള ഇങ്ങനെ കട്ടകളല്ലേ? അതെ അതെ. ഓക്കെ മാം. സർവേയുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് ടോപ്പിക്. ഈസ് ദ ചൈൽഡ് കെയർ ഇൻ അവർ ഹോംസ് സയന്റിഫിക്? നമ്മുടെ വീടുകളിൽ കുട്ടികളുടെ കെയർ സയന്റിഫിക് ആണോ? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം 5 പാരന്റ്സ്, മാക്സിമം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആകാം, മിനിമം 5 പാരന്റ്സിനെ മീറ്റ് ചെയ്യാം. മെയിൻലി പ്രീ സ്കൂളിൽ അല്ലെങ്കിൽ KG സെഷൻ അങ്ങനെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ പാരന്റ്സ് ആണെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ എന്നാൽ അഡോളസൻസ് ഗ്രൂപ്പ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം അവരുടെ ഇടയിലും പ്രശ്നങ്ങളൊക്കെ പലതും ഉണ്ടല്ലോ. അപ്പം നമ്മൾ അങ്ങനെയുള്ള പാരന്റ്സിനെ കണ്ടിട്ട് നമ്മുടെ കയ്യിൽ ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാവും, ഇതുപോലൊരു ക്വസ്റ്റ്യനെയർ 32 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്, യെസ്, നോ, സംടൈംസ്, നോട്ട് ഷുവർ എന്ന് 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് ടിക്ക് ചെയ്യിക്കാം. പാരന്റ്സ് ഇത്തിരി എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ അവരുടെ ഷീറ്റ് കൊടുത്താൽ മതി, അവർ തന്നെ ടിക്ക് ചെയ്തോളും. അതല്ല നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരുടെ മറുപടിക്ക് അനുസരിച്ച് നമുക്ക് ടിക്ക് ചെയ്ത് പോവാം. ചിലപ്പം അങ്ങനെ ചെയ്യാൻ അറിയില്ല, വായിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ, ഇപ്പൊ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ റെസ്പോൺസിൽ നിന്ന് നമുക്കത് മാർക്ക് ചെയ്ത് പോകണം. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊരു വേർഡ് ഡോക്യുമെന്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ റെലവെന്റ് അല്ല എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒമിറ്റ് ചെയ്യാം, അത് വേണ്ടാന്ന് വെക്കാം. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആഡ് മോർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അങ്ങനെ ഒരു മിനിമം 5 പാരന്റ്സ് ആണ്, മാക്സിമം എത്ര വേണമെങ്കിലും ആകാം. കറണ്ട് എടുക്കുന്ന ഫാൻ ഒന്നിട്ടെ. ഓക്കെ, മിനിമം 5 പാരന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്, മാക്സിമം എത്ര വേണമെങ്കിലും ആവാം. സർവേയുടെ ഡേറ്റ കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതൊരു റിപ്പോർട്ടായിട്ട് കയ്യിൽ സൂക്ഷിക്കണം. അത് സബ്മിറ്റ് ചെയ്യുമൊന്നും വേണ്ട, വൈവയുടെ ടൈമിലായിരിക്കും ഇത് വാല്യൂ ചെയ്യുന്നത്. ഈ സർവേ ചെയ്തതിന്റെ വാല്യൂ ചെയ്യുന്നത് വൈവയുടെ ടൈമിലായിരിക്കും. പിന്നെ നമ്മൾ കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ഒരു ബയോഡേറ്റ അല്ലെങ്കിൽ CV, നമ്മുടെ പ്രൊഫൈല് നമ്മൾ ക്രിയേറ്റ് ചെയ്യും അല്ലെ. നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസ്, അഡീഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ ആണല്ലോ ഈ സർവേ എന്നൊക്കെ പറയുന്നത്. സർവേ, സെമിനാർ എല്ലാം അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും അതിനകത്ത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക്
ഇങ്ങനെ ഒരു സർവേ കണ്ടക്ട് ചെയ്ത കാര്യം പറയാം. അപ്പം ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അവർ ചോദിക്കും എന്ത് സർവേ ആണ്. അപ്പൊ നമുക്ക് ഈ ടോപ്പിക് പറയാം. ഏതൊരു കാലഘട്ടത്തിലും റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. ഇത് നിങ്ങൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സ്കൂളിലെ കുട്ടികളുടെ 20 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 20 സ്റ്റുഡൻസിന്റെയും ഡേറ്റ ഇതുപോലെ തന്നെ നമുക്ക് അവർക്ക് കോപ്പി വീട്ടിലേക്ക് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ പാരന്റ്സ് അത് ഫില്ല് ചെയ്ത് തരും. നമുക്ക് പാരന്റ്സിന്റെ പേരോ കുട്ടിയുടെ പേരോ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആ ഒരു അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് വൺ, ഈസ് എ ചൈൽഡ് ഗിവൺ ഫുഡ് വിത്ത് ഇനഫ് പ്രോട്ടീൻ? പ്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണോ കുട്ടികൾക്ക് കൊടുക്കുന്നത്? പലപ്പോഴും നമുക്ക് ശരിയായ ആൻസർ കിട്ടണമെന്നില്ല കേട്ടോ. ചില കാര്യങ്ങൾ പാരന്റ്സ് ഹൈഡ് ചെയ്യും, സ്വാഭാവികം. ഓക്കെ, പക്ഷെ ഗ്രാൻഡ് പാരന്റ്സ് മാത്രമുള്ള വീട്ടിലാണെങ്കിൽ അവര് ചിലപ്പോൾ കറക്റ്റ് പറയും. കാരണം പാരന്റ്സ് വർക്കിംഗ് ആണെങ്കിൽ അവര് പറയും, ചില കുട്ടികൾ പറയും. ഓക്കെ, ഇസ് എ ചൈൽഡ് ഗിവൺ പ്രൊട്ടക്റ്റീവ് വാക്സിനേഷൻ? കുട്ടിക്ക് വാക്സിനേഷൻ കൊടുക്കാറുണ്ട്. ചില ആളുകൾ കുട്ടികൾക്ക് വാക്സിനേഷൻ കൊടുക്കാറില്ല, അല്ലാതെ തന്നെ അങ്ങനെ അവർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇസ് എ ചൈൽഡ് ഗിവൺ ഇനഫ് പ്ലേയിങ് ടോയ്സ്? അവരുടെ ഏജിനനുസരിച്ച് അവർക്ക് കളിക്കാനായിട്ട് ടോയ്സ് ഉണ്ടോ? പിന്നെ ആർ ദേ പെർമിറ്റഡ് ടു പ്ലേ വിത്ത് നൈബേഴ്സ് ചിൽഡ്രൻ? അടുത്ത വീട്ടിലെ കുട്ടികളുമായിട്ട് കളിക്കാനായിട്ട് വിടാറുണ്ടോ? ഡു യു ടേക്ക് ചിൽഡ്രൻ വിത്ത് യു ഓൺ ഔട്ടിങ്സ്? കുട്ടികളെ നമ്മൾ പുറത്തേക്ക് ഔട്ടിങ്സിന് കൊണ്ടുപോകാറുണ്ടോ? ഡസ് ദ ചൈൽഡ് ബിഹേവ് ഇൻ ഗുഡ് മാനേഴ്സ് വെൻ ഗസ്റ്റ് കം ടു യുവർ ഹോം? ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ കുട്ടി നല്ല രീതിയിൽ തന്നെ പെരുമാറുണ്ടാവുന്നു. ചില കുട്ടികൾക്ക് അറ്റൻഷൻ സീക്കിങ്ങിന്റെ ഒരു പ്രോബ്ലം വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോഴായിരിക്കും അതുവരെ ഇല്ലാത്ത ചില ബിഹേവിയർ അവർ കാണിക്കുന്നത്. Does the child use abusive words during conversation with friends at home? Friends or at home? മാമിന്റെ വീഡിയോ ഓൺ അല്ല, കാണാൻ പറ്റുന്നില്ല എന്നെ? എന്നെ പിൻ ചെയ്തിട്ടില്ല. പ്രസന്റ് ചെയ്തപ്പോ സ്ക്രീൻ ആയിരിക്കും കൂടുതൽ. എന്താ സിന പറയുന്നത് കേട്ടില്ല. ഓണല്ലാന്ന് പറയേ, കാണത്തില്ല. ആണോ? ഓണാണ്, കാണുന്നുണ്ട്. നമുക്ക് കാണാം. എനിക്ക് കാണുന്നില്ല. എനിക്ക് കാണാൻ പറ്റുന്നില്ല മാം, അതുകൊണ്ട് നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. പിന്നെ എന്നെ പിൻ ചെയ്തിട്ടില്ല. പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തത് കൊണ്ട് സ്ക്രീൻ ആയിരിക്കും ഹൈലൈറ്റ് ചെയ്ത് എൻഹാൻസ് ചെയ്ത് കാണുന്നത്. എനിവേ ആസിനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കും, ഒന്നുകൂടെ ഒന്ന് ലീവ് ചെയ്ത് ജോയിൻ ആവും, അങ്ങനെ ചെയ്യും. ഓക്കെ, നമ്മളെന്താ പറഞ്ഞ കുട്ടി അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്യാറുണ്ടോ? വീട്ടിലോ അല്ലെങ്കിൽ അവന്റെ ഫ്രണ്ട്സും ആയിട്ട് കളിക്കുന്ന സമയത്ത് അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്യാറുണ്ടോ? കുട്ടിക്ക് ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ, ടീച്ചറുടെ ഒപ്പീനിയൻ എന്താണ് കുട്ടിയെ പറ്റി? ഗുഡ്, നല്ലൊരു അഭിപ്രായമാണോ? കുട്ടി മറ്റ് സിബ്ലിങ്സുമായിട്ട്, ചേട്ടൻ, അനിയൻ, ചേച്ചി, അനിയത്തി ഇവരൊക്കെ ആയിട്ട് വഴക്കുണ്ടാക്കാറുണ്ടോ? ഇസ് എ ചൈൽഡ് ഹാപ്പി ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ഹൗസ്? വീട്ടിലും പുറത്തും കുട്ടി ഹാപ്പി ആണോ? ഈസ് ദ ടീച്ചർ ട്രെയിൻഡ് വൺ? ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല അല്ലെ, നോട്ട് ഷുവർ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ആൻസർ കൊടുക്കുക. അതുകൊണ്ടാണ് 4 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ടീച്ചർ ഒരു നല്ല ട്രെയിനിങ് കിട്ടിയ ഒരു ടീച്ചറാണ്. പിന്നെ കുട്ടിക്ക് വീട്ടിൽ ആവശ്യത്തിനുള്ള റെസ്റ്റ് ചെയ്യാനുള്ള സമയവും എന്റർടൈൻമെന്റിനുള്ള സമയവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ചില വീട്ടിൽ പഠിക്കുക അല്ലെങ്കിൽ കുട്ടിയെ ചിലപ്പോ ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്യുന്ന രീതിയിൽ ഒന്നും പ്രൊവൈഡ് ചെയ്യാത്ത അങ്ങനെയൊക്കെ ഉണ്ടാകാം, ചാൻസസ് ഉണ്ട്. പക്ഷെ അതിനൊക്കെ നല്ലൊരു കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടണമെന്നില്ല കേട്ടോ. പിന്നെ സ്കൂൾ അഡ്മിഷന്റെ സമയത്ത് എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു? ചിലയിടത്ത് ഏജ് അതൊരു ക്രൈറ്റീരിയ ആണ്, അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ ബൈജൂസ് ആപ്പില്ലേ, ബൈജൂസ് ആപ്പില് എന്താ പറയാ, കുട്ടികൾക്ക് ട്യൂഷൻ അത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവരുടെ ഒരു ക്രൈറ്റീരിയ ആയിരുന്നു. അച്ഛനും അമ്മയും ഭയങ്കര നല്ല ജോബ് ഉള്ളവര്, പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു ബിസിനസ് ആണല്ലേ, നല്ല ഫീസാ വാങ്ങുന്നത്. നല്ല പോലെ ക്യാഷ് ഉള്ളവരുടെ. ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്റെ ബ്രദറിന്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയുടെ മോനെ ഞാൻ ഓൺലൈനായിട്ട് പഠിപ്പിക്കുകയുണ്ടായി. അപ്പൊ ആ കുട്ടി 9th സമയത്തായിരുന്നു. 9th ആ ടൈമില്, കോവിഡ് ടൈമില് ഞാൻ പഠിച്ച സ്കൂളിൽ ടീച്ചർമാരില്ലാതായിരുന്നു വന്നപ്പോ ടീച്ചർമാരുടെ ഷോർട്ടേജ്. കോവിഡ് ടൈം ആയത് കാരണം ഗവൺമെന്റ് പുതിയ ടീച്ചേഴ്സിനെ ഒന്നും അപ്പോയിന്റ് ചെയ്യുന്നുണ്ടായില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോ ഈ ഞാൻ ഓൾഡ് സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ ഞാൻ എച്ച്എമ്മുമായിട്ട് നല്ല കണക്ഷൻ. അപ്പൊ എച്ച്എമ്മോട് ഞാൻ പറഞ്ഞു, ടീച്ചർ ഞാൻ അവർക്ക് ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓൺലൈനായിട്ട് ഞാൻ അവർക്ക് മാത്സും സോഷ്യലും ബയോളജി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം എന്നെ കണ്ടിട്ട് എന്റെ ബ്രദറിന്റെ ഒരു ചായ കണ്ടപ്പോ ആ കുട്ടി വേഗം എന്നോടൊന്ന് സംസാരിക്കുകയായിരുന്നു. ഈ കുട്ടിയുടെ അമ്മ ഇതെന്നെ നമ്പർ ചോദിച്ചു, എന്നെ പേഴ്സണലി പിന്നീട് വിളിച്ചു. അപ്പൊ അത് പറഞ്ഞു, എനിക്ക് മോന് ട്യൂഷൻ വേണം 10th ആവുമ്പോഴേക്കും, +1 +2ലും വേണം. അപ്പൊ ബൈജൂസ് ആപ്പ് എന്താ പറയാ, ഇവരെ ഓരോരുത്തരെ കോൺടാക്ട് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ ഫോൺ നമ്പർ കിട്ടി ഇവരെ കോൺടാക്ട് ചെയ്തപ്പോ ഇവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു അതിൽ കുട്ടിയെ ചേർക്കാനായിട്ട്. പക്ഷെ ഈ കുട്ടിയുടെ ഹസ്ബൻഡ്
ഈ മേസൺ ആണ്, വീട് പണിക്കൊക്കെ പോവില്ലേ, അങ്ങനെ മേസൺ ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടി സിംഗറാണ്, ഇങ്ങനെ പ്രോഗ്രാമുകളിലൊക്കെ പാടാനും ഗാനമേളയ്ക്കും പിന്നെ മാരേജ് ഫംഗ്ഷനിലൊക്കെ പോകും ഈ സ്റ്റുഡന്റിന്റെ അമ്മ. ഇവര് റിച്ച് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ജോലി ഇതാന്ന് അറിഞ്ഞപ്പോഴേക്കും ബൈജു സാപ്പ് പറഞ്ഞു ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു കാര്യം ആ കുട്ടി എന്നോട് ഷെയർ ചെയ്ത. നമുക്കറിയില്ലല്ലോ ഈ ആപ്പുകളൊക്കെ എങ്ങനെയാണ് ആൾക്കാരെ തെരഞ്ഞെടുക്കുക എന്നുള്ളത്. അപ്പൊ അവരുടെ ധാരണ ഈ ഒരു പ്രൊഫഷനിലുള്ളവർക്ക് ഭയങ്കര ക്യാഷ് ഒന്നും ഉണ്ടാവില്ല, അപ്പൊ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവര് ടാർഗറ്റ് ചെയ്യുന്നത് ശരിക്കും ഭയങ്കര ഇൻകം ഉള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ കാരണം അവരുടെ ഒരു ബിസിനസ് ആണ്. അതുപോലെ ഇപ്പൊ സ്കൂൾ അഡ്മിഷൻ എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടായിരുന്നോ? ചിലടത്ത് ഇൻകം അത് പറയായിരിക്കും, ചില സ്കൂളുകളൊക്കെ ഭയങ്കര ഫീ അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ ഏജ്, അത് തന്നെ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ തന്നെയാണല്ലോ. കാരണം ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ കൊണ്ടൊന്നും LKG-ലോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന് 4 വയസ്സ് പൂർത്തി, ഞാൻ എന്റെ മോളെ ചേർക്കാൻ പോയപ്പോ 4 വയസ്സ് പൂർത്തിയായിരിക്കണം എന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ പാരന്റ്സ് അല്ലെങ്കിൽ ഗാർഡിയൻസ് അങ്ങനെ ആരെങ്കിലും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? സ്കൂളിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടത്തുമ്പോൾ ഇവര് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ എന്നുള്ളത്. പിന്നെ എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കുമ്പോൾ കുട്ടിയുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ടേസ്റ്റ് കൺസിഡർ ചെയ്യാറുണ്ടോ? അതായത് കുട്ടിക്ക് ഒരു ടോയ് വാങ്ങുവാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു ഡ്രസ്സ് വാങ്ങുവാണെങ്കിൽ അതിനെന്തെങ്കിലും ചെയ്യുമ്പോൾ കുട്ടിയുടെ താല്പര്യം, കുട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ഡിസിഷൻ എടുക്കുമ്പോൾ കുട്ടിയുടെ താല്പര്യം, ഇഷ്ടം ഒക്കെ കൺസിഡർ ചെയ്യാറുണ്ടോ? പിന്നെ കുട്ടിയുടെ ബിഹേവിയറിനെ കുറിച്ച് ടീച്ചർ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാറുണ്ടോ? കുട്ടിയുടെ ക്യാരക്ടർ, കുട്ടി നല്ലൊരു രീതി കാണിക്കുന്നു, നല്ലൊരു പ്രവൃത്തി കാണിക്കുന്നു, അത് കാണുമ്പോൾ നിങ്ങൾ എൻകറേജ് ചെയ്യാറുണ്ടോ? പിന്നെ കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് സ്കൂളിൽ എഡ്യൂക്കേഷണൽ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാറുണ്ടോ? പിന്നെ സ്കൂളിലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസില് കുട്ടി പങ്കെടുക്കാറുണ്ടോ? പിന്നെ ക്രിയേറ്റീവ് ആക്ടിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള മെത്തേഡുകൾ എന്തെങ്കിലും സ്കൂളിൽ ഓപ്റ്റ് ചെയ്യാറുണ്ടോ? അപ്പൊ പല സ്കൂളുകളും ഓരോ തീം വെച്ചിട്ട് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിക്കാറുണ്ട്. എൻവയോൺമെന്റ് ഡേക്ക് ഓരോ ചെയ്യിക്കും, വായനാ ദിനത്തിന് ചെയ്യിക്കാറുണ്ട്. അങ്ങനെ ഓരോന്നൊക്കെ. അപ്പൊ ക്രിയേറ്റീവ് ആക്ടിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടോ? അതോ ക്ലാസ് റൂം സ്റ്റഡി മാത്രമാണോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കുട്ടി ഒരു ഡെയിലി റൊട്ടീൻ അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നുണ്ടോ? കുട്ടിയുടെ കൂടെ ഇരുന്ന് നിങ്ങൾ ടെലിവിഷൻ കാണാറുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ വടിയുണ്ടോ? സ്റ്റിക്ക്. സ്കൂളിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടോ? നേരത്തെ നമ്മൾ ചോദിച്ചത് കുട്ടി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ എന്നുള്ളതായിരുന്നു. അതിന് മുമ്പ് ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇടാം. ആർ ദർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇൻ സ്കൂൾ? പിന്നെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് ഹോംവർക്ക് അല്ലെങ്കിൽ ഹോം അസൈൻമെന്റുകൾ കൊടുക്കാറുണ്ടോ? ഈ അസൈൻമെന്റ് ചെയ്യുന്നതിൽ കുട്ടിയെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? കുട്ടിയെ നിങ്ങൾ അടിക്കുകയോ ഫിസിക്കലായിട്ട് മറ്റ് പണിഷ്മെന്റുകളെല്ലാം എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? കുട്ടിയെ മറ്റു കുട്ടികളുമായിട്ടും അല്ലെങ്കിൽ കുട്ടിയുടെ സിബ്ലിങ്സുമായിട്ടും കമ്പയർ ചെയ്യാറുണ്ടോ? ഇനി ഈ കമ്പയർ ചെയ്യുന്നത് നമുക്ക് കുട്ടി കേൾക്കാതെയും ചെയ്യാം, കേട്ടും ചെയ്യാം. ഈ കമ്പാരിസൺ കുട്ടിയുടെ മുന്നിൽ വെച്ച് പറയാറുണ്ടോ? പിന്നെ ടീച്ചറോ അല്ലെങ്കിൽ സ്കൂളിലുള്ള ആരെങ്കിലും കുട്ടിയെ ഫിസിക്കലി മെന്റലി എന്തെങ്കിലും രീതിയിലുള്ള പണിഷ്മെന്റ് ചെയ്യാറുണ്ടോ? അപ്പൊ നമുക്ക് അറിയണമെന്നില്ല അല്ലെ, ചിലപ്പോ കുട്ടി വന്ന് പറയില്ല, അല്ലെങ്കിൽ കുട്ടി വന്ന് പറയുമ്പോഴായിരിക്കും അറിയുന്നത്. പിന്നെ അങ്ങനെയുള്ള പണിഷ്മെന്റ് കൊടുക്കണമെന്ന് ടീച്ചറോട് നിങ്ങൾ പറയാറുണ്ടോ? ചില പാരന്റ്സിലെ നല്ല അടി കൊടുക്കണം മിസ്സേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ സ്റ്റഡി പർപ്പസിനല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ കുട്ടിക്ക് കൊടുക്കാറുണ്ടോ? കുട്ടിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉണ്ടോ? ലാപ്ടോപ്പ്, ഐപാഡ്, ടാബ്, ഇതുപോലെ മൊബൈൽ, അങ്ങനെ എന്തെങ്കിലും കുട്ടിക്ക് സ്വന്തമായിട്ട് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉണ്ടോ? Will you consider the child's opinion, taste and interest while taking decision about his or her future? ഈ ഭാവിയിൽ, അതായത് കുട്ടിക്ക് ഇനി ഹയർ സ്റ്റഡി ഏതിന് പോകണം, അല്ലെങ്കിൽ സയൻസ്, കോമേഴ്സ്, അങ്ങനെ എന്താണോ കുട്ടിക്ക് ഇഷ്ടം അങ്ങനെ ഏതിനാ പോകണം, അല്ലെങ്കിൽ ഒരു കരിയറിനെ കുറിച്ച് ചിന്തിക്കുവാണെങ്കിൽ അങ്ങനെ കുട്ടിയുടെ താല്പര്യങ്ങള്, ഒപ്പീനിയൻ, ടേസ്റ്റ്, ഇൻട്രസ്റ്റ്, അങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കുമ്പോൾ, ഫ്യൂച്ചറിൽ അങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കുമ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുമോ? ആണ് ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് അവസാനിപ്പിച്ചത്. നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ഏതെങ്കിലും കളയണമെങ്കിൽ, ഈ ക്വസ്റ്റ്യന്റെ ഇത്ര ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് തോന്നുന്നെങ്കിൽ അത് കളയാം. ഞാനിത് ഷെയർ ചെയ്യാം. നെക്സ്റ്റ്, നമ്മൾ എങ്ങനെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നുള്ളതാണ് നെക്സ്റ്റ് വൺ.
ഇതൊരു സെമിനാറായി നിങ്ങൾ ആക്ടിവിറ്റി ആയിട്ട് ചെയ്തു. നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം, നേരിട്ട് വീടുകളിൽ പോയിട്ട് കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ മക്കൾക്കാണെങ്കിൽ ദൂരേക്ക് ആണെങ്കിൽ നമുക്കത് ഫോണിലൂടെ ചെയ്യാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒരു ബാച്ചിൽ ഒരു കുട്ടി ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ, അപ്പൊ ഡിഫറെന്റ് സോഷ്യൽ ലെവൽസിലുള്ള ആളുകളുടെ ഡേറ്റ കളക്ട് ചെയ്യാം. ഒരേപോലെ ഒരു ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്നവരെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അനാലിസിസ് അല്ലെങ്കിൽ ഈ കിട്ടുന്ന ഡേറ്റ ഒരേപോലെ ഇരിക്കും. ഡിഫറെന്റ് സോഷ്യൽ ലെവൽസ്, സാമ്പത്തികമായിട്ടും PDF ഷെയർ ചെയ്യാം, ഷെയർ ചെയ്യാം. സാമ്പത്തികമായിട്ടും അല്ലാത്ത പല രീതിയിലുള്ള ഡിഫറൻസസ് ഉള്ള ഫാമിലികൾ ഉണ്ടാവുമല്ലോ. ചിലയിടത്ത് അച്ഛനും അമ്മയും വർക്കിംഗ് ആയിരിക്കും, ഏതെങ്കിലും മെയ്ഡ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കും കുട്ടിയെ നോക്കുന്നത്. പിന്നെ ചിലയിടത്ത് അച്ഛൻ മാത്രം വർക്കിംഗ് ആയിരിക്കും, അമ്മ ആയിരിക്കും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത് കൂടുതലും. അമ്മയെ നഷ്ടപ്പെട്ട കുട്ടികളുണ്ടാകാം, ബ്രോക്കൺ ഫാമിലീസ് ഉണ്ടാകാം, ഡിവോഴ്സ് ആയി അങ്ങനെയുള്ളത് ഉണ്ടാകാം. അങ്ങനെ പല ലെവൽസ്. പിന്നെ സാമ്പത്തികമായിട്ട് ഫിനാൻഷ്യലി കുറച്ച് ഹൈ ലെവലിലുള്ളവരെ നോക്കാം, ആവറേജ് ലെവലിലുള്ളവരെ നോക്കാം, ഫിനാൻഷ്യലി കുറച്ച് താഴെയുള്ളവരെ. അങ്ങനെ പല ഫിനാൻഷ്യൽ ലെവലിലുള്ള ആളുകളെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഡേറ്റ അതിനനുസരിച്ച് കിട്ടും. അപ്പൊ നമുക്ക് നല്ലൊരു അനാലിസിസ് നടത്താനായിട്ട് പറ്റും, സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ചില ഇടങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഇന്റർവെൻഷൻ നടത്താനായിട്ട് പറ്റും. അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, എന്തിനെ കുറിച്ചെങ്കിലും ഒരു ഇൻഫർമേഷൻ ചിലപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ. ചിലപ്പോൾ ആൾക്കാരൊക്കെ എന്തെങ്കിലുള്ള ആരെങ്കിലും കിട്ടാനായിട്ട് നോക്കിയിരിക്കുമായിരിക്കും കുഞ്ഞുങ്ങളുടെ പല പ്രശ്നങ്ങളും നമ്മളോട് ഷെയർ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു സർവേ ഞാൻ പറഞ്ഞല്ലോ, ഇത് വാല്യൂ ചെയ്യുന്നത് വൈവ ടൈമിലാണ്. വൈവ സമയത്ത് ഇത് വാല്യൂ ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ, അമേസിങ് തന്നെയായിരുന്നു. കുറേ ഇടങ്ങളിൽ കുറേ പ്രശ്നങ്ങള് ശരിയാക്കാൻ നമ്മുടെ ട്രെയിനീസിന് കഴിഞ്ഞു. ഞാൻ കാര്യം പ്രീ സ്കൂൾ അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറഞ്ഞാലും നിങ്ങൾ അഡോളസന്റ് ഗ്രൂപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇല്ലാത്ത ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള കുട്ടികളുടെ എടുത്താലും നന്നായിരിക്കും. ഒരു ട്രെയിനി കളക്ട് ചെയ്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, വിദേശത്ത് പാരന്റ്സ് ഉള്ളത്, കുട്ടികൾ നാട്ടിലുള്ളത്, അങ്ങനെ എടുത്തു. പിന്നെ പാരന്റ്സും കുട്ടികളും വിദേശത്ത് സെറ്റിൽ ആയിട്ടുള്ളവര്, അങ്ങനെ പല ലെവൽസിലുള്ള ഫാമിലിനെ എടുത്തു. അപ്പോൾ ആ ഡേറ്റ അതിനനുസരിച്ച് അവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, അവിടെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വേറെയാണല്ലോ. അപ്പോൾ കിട്ടിയ ഡേറ്റാസ് വെച്ചിട്ട് നല്ലൊരു അനാലിസിസ് നടത്താൻ പറ്റി. ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് തന്നെ ജോബ് ആയിട്ടോ ഫസ്റ്റ് ബാച്ചിൽ. അപ്പൊ ആ ക്ലാസ് സ്കൂളിലുള്ള എല്ലാ കുട്ടികളുടെ എടുത്തത് 60 പാരന്റ്സിനെ ഒക്കെയാണ് അത് ഡേറ്റ കളക്ട് ചെയ്തത്. മിനിമം 5 നമ്മൾ പറഞ്ഞിരുന്നത്. സർവേ ആകുമ്പോൾ 1-2 ആളുടെ ഡേറ്റ കളക്ട് ചെയ്താൽ നമുക്ക് ശരിയായൊരു, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ് ചെയ്യുന്നത്. അപ്പൊ അതിന് കുറേ ഡേറ്റ വേണം. അപ്പൊ ഞാൻ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് 5 പാരന്റ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ 60 പേരുടെയും അത് പറഞ്ഞു, ഈ സർവേ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നില്ല, ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കുട്ടി പറയണത്. വേറെ കുറെ ക്വസ്റ്റ്യൻസ് അതിന്റെ കൂടെ ആഡ് ചെയ്തു. പിന്നെ വൈവയ്ക്ക് അനലൈസ് ചെയ്തപ്പോൾ ഒരു ഇൻസിഡന്റ് പറഞ്ഞതായി, ഒരു ഷോക്കിംഗ് ഇൻസിഡന്റ് ആയിരുന്നു അത്. ഈ കുട്ടി ചെയ്യുന്നത് വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീടിനടുത്തുള്ളത് തന്നെയാണ്. ഫിനാൻഷ്യലി ഒന്നും കുഴപ്പമൊന്നുമില്ല. ആ വീട്ടില് 13 വയസ്സിലൊരു മോളുള്ള ഒരു വീട്ടിലേക്കാണ് ചേർന്നത്. അതിന്റെ അമ്മ വർക്കിംഗ് ഒന്നുമല്ല, അമ്മ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയോട് സംസാരിച്ചപ്പോഴാണ് അമ്മ ഇതുപോലെ ഒരാളെ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അതുപോലെയായിരുന്നു ആ അമ്മ പറഞ്ഞ കാര്യങ്ങള്. കുട്ടിയെ സെക്ഷലി വീട്ടിൽ ആരോ അബ്യൂസ് ചെയ്യുന്നു. അമ്മയ്ക്ക് അത് പറയാൻ പേടി, അമ്മയ്ക്ക് അയാളോട് റിയാക്ട് ചെയ്യാൻ പേടി. മേ ബി അത്രയ്ക്ക് ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ആളായിരിക്കാം, അമ്മയും ബുദ്ധിമുട്ടിക്കുന്ന ഒരാളായിരിക്കാം, വട്ടവർ ആരാന്നറിയില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഈ സർവേ എടുക്കാനായിട്ട് നമ്മുടെ ട്രെയിനിയോടെ ചെല്ലുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടി ആ ഒരു കൗമാര കാലഘട്ടത്തിലേക്ക് കടന്നിരിക്കുവാണല്ലോ, ആ ഒരു അഡോളസൻസ് പ്രായം. അപ്പോ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞപ്പോ ഈ കുട്ടിയുടെ ഫീലിങ്സ് ട്രിഗറായി, കുട്ടിയുടെ സ്വഭാവം തന്നെ മാറി. ആ കുട്ടി ഭയങ്കരമായിട്ട് ബോയ്സുമായിട്ട് മിങ്കിൾ ആവാനായിട്ട് തുടങ്ങി. അപ്പൊ ബോയ്സ് ഇത് മിസ്യൂസ് ചെയ്തു. അവരെന്ത് ചെയ്തു, കുട്ടിക്ക് ആവശ്യമില്ലാത്ത ബുക്കുകളും ആവശ്യമില്ലാത്ത വീഡിയോകളും ഷെയർ ചെയ്യാൻ തുടങ്ങി. കുട്ടി അങ്ങനെ വല്ലാതെ ഡീവിയേറ്റഡ് ആയി പോയി. ഈ അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അമ്മ ഈ കുട്ടിയെ ഭയങ്കരമായിട്ട് തല്ലും. ഇത് കാണുമ്പോൾ അവർക്ക് എങ്ങനെ അത് മാനേജ് ചെയ്യണമെന്ന് അറിയില്ല. അവർ കുട്ടിയെ പണിഷ് ചെയ്യാൻ തുടങ്ങി ഭയങ്കരമായിട്ട്. പക്ഷെ കുട്ടിക്ക് യാതൊരു മാറ്റവും ഇല്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ട്രെയിനി ഈ ഒരു സർവേ ചെയ്യാനായിട്ട് അവിടെ ചെല്ലുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിനിയുടെ വിവരങ്ങളെല്ലാം പറഞ്ഞു. ട്രെയിനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു, MSW കൗൺസിൽ
കൗൺസിലർ ഉണ്ടായിരുന്നു. ആ മേഡവുമായിട്ട് ഇവരെ കണക്ട് ചെയ്ത് കൊടുത്തു. ഫിനാൻഷ്യലി ഒന്നും കുഴപ്പമുള്ള വീടൊന്നുമല്ല. അപ്പൊ അങ്ങനെ അമ്മയും മോളും കൂടെ ഈ കൗൺസിലറെ കാണാനായിട്ട് ചെന്നു. അപ്പൊ വൈവ നടക്കുന്ന സമയത്ത് അവരുടെ സിറ്റിംഗ് ഏകദേശം 5 or 6 ഒക്കെ കഴിഞ്ഞു. ട്രെയിനി പറയാണ് നല്ല മാറ്റമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോള് പതുക്കെ തിരിച്ചു വന്നു. അമ്മയ്ക്കും ചില സെഷൻസ് കൊടുക്കേണ്ടി വന്നു, കാരണം സ്ട്രോങ് ആക്കാനായിട്ട്. കാരണം കുട്ടിയെ ഉപദ്രവിക്കുന്ന ഒരാൾ വീട്ടിലുണ്ടല്ലോ, അയാൾക്കെതിരെ അവർ പ്രതികരിച്ചു. അങ്ങനെ കുട്ടി ബാക്ക് ടു നോർമൽ. അവള് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അങ്ങനെ നല്ലതായിട്ട് അവർ പോകുന്നു എന്നാണ്. സെഷൻ കഴിഞ്ഞിട്ടില്ല, കാരണം 5-6 സെഷൻ കഴിഞ്ഞെങ്കിലും ഫോളോ അപ്പ് സെഷൻസ് ഉണ്ട്. അപ്പൊ അത് നല്ല രീതി അവര് ചില ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഈ സെഷന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവര് വരില്ല. ഫസ്റ്റ് സെഷൻ വന്നു കഴിയുമ്പോഴേക്കും ഇവര് ഒന്ന് സമാധാനമായിട്ട് പോവുമായിരിക്കും. നമ്മൾ പറയും നെക്സ്റ്റ് സെഷനിൽ വരണം എന്ന് പറയാം, ഡേറ്റും ടൈമും ഒക്കെ ഇവരോട് ചോദിച്ചു കൺവീനിയൻസ് ചോദിച്ച് വയ്ക്കുമ്പോഴേക്കും ഇവര് പിന്നെ വരില്ല. പിന്നെയും പ്രശ്നങ്ങൾ വരും. കാരണം ഇതൊരു ലൂപ്പ് പോലെയാണ്. നമ്മൾ വിചാരിക്കും തെറാപ്പി എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ട് പോകുന്ന ഒരു പ്രോസസ്സാണ്. ഇതിങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആണ്. അത് നമ്മൾ ശരിക്കും അതിനെ കുരുക്കഴിച്ച് കൊണ്ടുവരണം. ആ കുരുക്കഴിക്കാൻ സമയമെടുക്കും. അപ്പൊ അതുകൊണ്ട് സെഷൻസ് പറയുന്ന അത് നമ്മള് ശരിക്കും ജെന്യുവൻ ആയിട്ട് ഒരാളെ തന്നെ കണ്ടുപിടിച്ച് നമുക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ അങ്ങനെ ചെന്നിട്ട് പേയ്മെന്റ് ഒക്കെ ഉദ്ദേശിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ജെന്യുവൻ ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിച്ച് ചെല്ലുക. അവര് പ്രോബ്ലം ശരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്യും, പിന്നെ അതിന്റെ സൊല്യൂഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഇപ്പൊ നമ്മളിപ്പോ ഒരു അസുഖത്തിന് ആന്റിബയോട്ടിക് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് കംപ്ലീറ്റ് ആക്കണമെന്നുണ്ടല്ലോ. ചിലപ്പോ ഫസ്റ്റ് ഡോസ് കഴിക്കുമ്പോ തന്നെ നമുക്ക് ശരിയായി എന്ന് പറഞ്ഞിട്ട് ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതല്ല, അത് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ കൗൺസിലിംഗും തെറപ്പി സെഷനും. ഇവിടെ നല്ലൊരു റിസൾട്ട് വന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. ഇതുപോലെ തന്നെ പല കേസസും ഒത്തിരി പ്രശ്നങ്ങൾ പറയുന്നത് കുട്ടിയുടെ മൊബൈൽ അഡിക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലും എല്ലാ പാരന്റ്സും അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് പറയുന്ന ഒരു കാര്യമാണ്. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനെയർ. ഇനി ഇത് എങ്ങനെ റിപ്പോർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ്. റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനത് A4 ഷീറ്റിലാട്ടോ ചെയ്തത്. ഒരു ഫയലായിട്ട് വെച്ച്, പക്ഷെ അത് അത്ര നന്നായിരുന്നില്ല. സ്പൈറൽ ബൈൻഡിങ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും, അല്ലെങ്കിൽ നല്ല ഫയലിൽ തന്നെ സൂക്ഷിക്കണം. കാരണം ഈ ഫയലിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനത്തെ മറ്റേ സ്ലൈഡ് ചെയ്യുന്ന ടൈപ്പുള്ള ആ ഒരു ഇതുള്ള ഫയലാണ്. പെട്ടെന്ന് അതിന് ലൂസായി പോയി. കുറച്ചധികം പേപ്പർ ഉണ്ടെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കും. അപ്പൊ സർവേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ഫ്രണ്ട് ഷീറ്റ് ആണ്. ഫ്രണ്ട് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേട്ടോ, സർവേയുടെ ടൈറ്റിൽ നമുക്ക് സർവേ ആൻഡ് പ്രോജക്റ്റ് എന്ന് എഴുതിയിട്ട് നമ്മൾ സർവേ ചെയ്തിട്ട് ഒരു പ്രോജക്ട് റിപ്പോർട്ട് പോലെ ഒരു റിസർച്ച് ആണ് നമ്മൾ ചെയ്യുന്നത്. ബ്രാക്കറ്റിന്റെ ഒരു മിനി റിസർച്ച്, ചെറിയ റിസർച്ച് ആണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ എഴുതുക. സബ്മിറ്റഡ് ബൈ നമ്മുടെ പേരും ബാച്ചും റൈറ്റ് സൈഡ് കോർണറിലായിട്ട് ഡൗൺ അവിടെ കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രിഫൈസ്. നമ്മൾ ആമുഖം എന്ന് പറയില്ലേ, ഇങ്ങനെ ഓതേഴ്സ് ഒക്കെ ബുക്ക് എഴുതുമ്പോൾ ഒരു ആമുഖം എഴുതുമല്ലോ. ഈ ബുക്ക് ജനിക്കാനുണ്ടായ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന പോലെ, അതുപോലെ ഈ സർവേ ചെയ്യാനുള്ള കാരണം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രിഫൈസ് എഴുതും. ഞാനൊരു ഒറ്റ പാരഗ്രാഫ് ഒക്കെ ആയിട്ട് എഴുതിയിട്ടുള്ളൂ. നമ്മൾ വലിച്ചു വാരിയൊന്നും എഴുതേണ്ടത്, ഏറ്റവും സിമ്പിൾ ആയിട്ട് ബ്രീഫ് ചെയ്യാന്നുള്ളത്. പ്രിഫൈസിൽ ഇതാണ്: ആസ് ടൈം പാസസ് ദ മെത്തേഡ് ഫോർ അഡാപ്റ്റിംഗ്. ഞാൻ എഴുതിയ കാര്യം ഞാൻ വായിക്കാട്ടോ, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ട്. ആസ് ടൈം പാസസ് ദ മെത്തേഡ് ഫോർ അഡാപ്റ്റിംഗ് ചൈൽഡ് കെയർ ഇൻ home is different. In earlier days, the method was different compared to nowadays. It is different according to each person's also. ആളുകൾക്ക് അനുസരിച്ച് മാറും, കാലഘട്ടത്തിനനുസരിച്ച് മാറും അല്ലെ. In this survey, different aspects and different views can be seen. Within certain limitations, a child could enjoy his or her freedom. നമ്മൾ പറയുന്നത് ചാർജ് within certain limitation the child could enjoy his or her freedom. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ആ പ്രിഫൈസ് എൻഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് പേജിൽ ഫസ്റ്റ് പേജ് ഫ്രണ്ട് ഷീറ്റ്, സെക്കൻഡ് പേജ് പ്രിഫൈസ്. നമ്മൾ ആമുഖം പോലെ എഴുതുന്ന സർവേ എഴുതാനുണ്ടായ ഒരു സാഹചര്യം എന്നുള്ള രീതിയിൽ. അടുത്ത പേജിൽ മൂന്നാമത്തെ പേജിൽ നമ്മൾ ഇൻഡെക്സ് പേജ് ആണ്, കണ്ടന്റ്സ്. നമ്മൾ ഇൻഡെക്സ് പേജ് എഴുതില്ലേ,
അപ്പം ഒരാളുടെ ഒരു ഓത്തറിന്റെ കുറെ ഷോർട്ട് സ്റ്റോറീസ് ആണെങ്കിൽ പ്രിഫൈസ് കഴിഞ്ഞിട്ട് അയാൾ ഒരു ഇൻഡെക്സ് പേജ് എഴുതും. 1ാമത്തെ സ്റ്റോറി, 2ാമത്തെ സ്റ്റോറി, അങ്ങനെ എഴുതില്ലേ. അതുപോലെ നമ്മൾ കണ്ടന്റ്സ് അല്ലെങ്കിൽ ഇൻഡെക്സ് പേജ് ചെയ്ത് അതിലെ ഫസ്റ്റ് 1 എന്നുള്ളതാണ് അടുത്ത പേജിൽ വരേണ്ടത്. അപ്പൊ ഞാൻ എഴുതിയ ആ ഒരു ഇത് ഞങ്ങളുടെ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. അപ്പൊ ഞാൻ ഇത്തിരി സിമ്പിൾ ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. പ്രിഫൈസ് കണ്ടന്റ്സ്, അതായത് ഇൻഡെക്സ് പേജ്. അതിലെ ഫസ്റ്റ് 1 എയിം ഓഫ് ദ പ്രോജക്ട്. നമ്മുടെ പ്രോജക്റ്റിന്റെ എയിം, അത് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ടു ഫൈൻഡ് ഔട്ട് വെദർ ദ ചൈൽഡ് കെയർ ഇൻ അവർ ഹോംസ് സയന്റിഫിക്. അതാണ് എയിം ഓഫ് ദ പ്രോജക്ട്, ഒറ്റ സെന്റൻസ്. നെക്സ്റ്റ് മെത്തേഡ്. ഇത് ചെയ്യാനായിട്ട്, ഈ സർവേ ചെയ്യാൻ നിങ്ങൾ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്തത്? സർവേ ചെയ്യാനായിട്ട് നമ്മളിപ്പോ ഇവിടെ ക്വസ്റ്റ്യനെയർ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഈ ക്വസ്റ്റ്യനെയറുമായിട്ട് നമുക്ക് വിസിറ്റ് ചെയ്യാം, നേരിട്ട് ചെല്ലാം, അല്ലെങ്കിൽ ത്രൂ ഫോൺ. നമ്മൾ എന്ത് മെത്തേഡാണോ ഉപയോഗിച്ചത് അതാണ് നമുക്ക് എഴുതേണ്ടത്. ഫോണിലൂടെ അല്ലെങ്കിൽ വിസിറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ അത് എഴുതണം. അപ്പൊ വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ കിട്ടിയല്ലേ. നെക്സ്റ്റ് അത് അനലൈസ് ചെയ്യാം. കിട്ടിയ ഡേറ്റ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നു, നമ്മളുടെ ഒരു അനാലിസിസ്. പക്ഷെ അനാലിസിസിന് മുമ്പ് കളക്ഷൻ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കളക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഷീറ്റില്ലേ, ക്വസ്റ്റ്യനെയറിന്റെ ഷീറ്റിലെ പാരന്റ്സ് ടിക്ക് ചെയ്യുന്നത്, അതാണ് ഡേറ്റ കളക്ഷൻ. ആ കളക്ഷൻ പേജ് ആയിട്ട് ആ പേജസ് എല്ലാം നമ്മൾ ആ ഫയലിന്റെ ഇടയ്ക്ക് വെക്കണം. അപ്പൊ 5 പാരന്റ്സ് ആണെങ്കിൽ 5 പാരന്റ്സിന്റെ ഷീറ്റ് വെക്കണം, 10 ആണെങ്കിൽ 10 പാരന്റ്സിന്റെ ഷീറ്റ് വെക്കണം. എന്നിട്ട് അനാലിസിസ് എഴുതുന്നതായിരിക്കും നല്ലത്. അനാലിസിസ് ഞാനിത് 5 പേരെയാണ് ഞാൻ കമ്മിറ്റ് ചെയ്തുള്ളൂ. അതില് ഞാൻ അതിന്റെ പെർസെന്റേജിലേക്ക് മാറ്റി. നമ്മൾ എപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്യുമ്പോൾ പെർസെന്റേജിലല്ലേ പറയുന്നത്. കോവിഡ് സമയത്ത് ഇത്ര പേർക്ക് കോവിഡ് വന്നു, ഇത്ര പേര് ട്രീറ്റ്മെന്റിലാണ്, ഇത്ര പേര് ഒക്കെ കോവിഡ് ഇല്ലാത്ത അവസ്ഥ, അത്ര പേര് വാക്സിനേഷൻ എടുത്തു എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൽ പെർസെന്റേജിലാണല്ലോ പറയാറ്. അപ്പൊ ഞാനും ഇതിനെ പെർസെന്റേജിലേക്ക് മാറ്റി. ഞാൻ കണ്ട 5 പേരിൽ 4 പേര് വളരെ പോസിറ്റീവ് ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. കുട്ടികളുടെ കാര്യത്തിൽ അവർ കെയർ ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് വേണ്ടുന്നത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരാൾ മാത്രമാണ് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞത്, ലൈക്ക് കുട്ടികളെ അടിച്ചു വളർത്തണം, എനിക്ക് ചെറുപ്പത്തിൽ വളരെയധികം പണിഷ്മെന്റ് ആണ് കിട്ടിയത്, എന്നെ പാരന്റ്സ് അങ്ങനെയായിരുന്നു നോക്കിയത്, പിന്നെ എന്റെ ഇഷ്ടങ്ങളൊന്നും അവർ നോക്കിയിട്ടില്ല. സോ കുട്ടികളും ഞാൻ പറയുന്ന രീതിക്ക് അവർ പഠിച്ചാൽ മതി, ജോലിക്ക് പോയാൽ മതി, അല്ലെങ്കിൽ അവർ സ്പോയിലായി പോകും എന്ന് പറഞ്ഞ് ഒരാൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ 90% ആളുകള് പാരന്റ്സ് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു. In this survey, one thing should notice that 90% of the parents are willing to support child's needs and desire. But 10% of parents are not ready to accept that. നമ്മൾ പറഞ്ഞില്ലേ, നമ്മള് ഇതില് പാരന്റ്സിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും നമ്മൾ വെളിപ്പെടുത്തില്ലേ. നമ്മളിതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആയിട്ടാണ് ചെയ്യുന്നത്. 10% parents ശരിക്കും എനിക്കിവിടെ ഒരാളാണ്. They are telling that if it is given to child's life and give them that freedom, then his future may be spoiled. Some are expressing their feelings that they had some bitter experiences in their childhood. അങ്ങനെയും കമ്പയർ ചെയ്ത് പാരന്റ്സ് പറയുന്നത്, ചിലർ പറയും എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ ഉദ്ദേശിച്ച പോലെ ഇഷ്ടത്തിന് എനിക്ക് പഠിക്കാനോ എനിക്ക് ഇഷ്ടമുള്ള ഒരു ജോബ് തിരഞ്ഞെടുക്കാനോ പറ്റിയില്ല, പാരന്റ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരുന്നു. പക്ഷെ എന്റെ മക്കൾക്ക് അങ്ങനെ വരുന്നത് അവരുടെ ഇഷ്ടം ഞാൻ കൺസിഡർ ചെയ്യും എന്ന് പറഞ്ഞവരും ഉണ്ട്. അതല്ല, എന്നെ ഇങ്ങനെയായിരുന്നു, സോ ഞാനും എന്റെ മക്കളോട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞവരും ഉണ്ട്. മാത്രമല്ലല്ലോ, 4 ഓപ്ഷൻസ് ഉണ്ടല്ലോ നമുക്ക്. സംടൈംസ്, നോട്ട് ഷുവർ, 4 പ്രോബ്ലംസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാല് ചിലപ്പം സ്കൂളിലെ കാര്യങ്ങൾ പാരന്റ്സിന് മുഴുവൻ അറിയണമെന്നില്ല. ടീച്ചർ ഒരു ട്രെയിൻഡ് പെണ്ണാണ്, അപ്പോഴായിരിക്കും അവർ ആലോചിക്കുന്നത്. അവർക്കത് അറിയണമെന്നില്ല, നോട്ട് ഷുവർ എന്ന് കൊടുക്കാം. പിന്നെ ടീച്ചറിന്റെ ഒപ്പീനിയൻ അല്ല, പിന്നത് വേറെയും കുറെ കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ കുട്ടി വഴക്ക് കൂടാറുണ്ടോ? ചില സമയത്തായിരിക്കും, എപ്പോഴും വഴക്ക് കൂടുന്ന കുട്ടി ആവണമെന്നില്ല. എന്തെങ്കിലും ഒരു ഇതിൽ വരുമ്പോഴായിരിക്കും 1-2 തവണ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സംടൈംസ്
ചിലപ്പോ അത് രീതി മാറിയിട്ടുണ്ടെങ്കിൽ ആയിരിക്കാം. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് യെസ് ഓർ നോ എന്നുള്ള ഓപ്പൺ അത് മാത്രം കൊടുക്കാതെ ഇങ്ങനെ 2 ഓപ്ഷനും കൂടെ ആഡ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മൾ അനാലിസിസ് കഴിഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ കളക്ഷൻ വെച്ചു, ഡേറ്റ കളക്ട് ചെയ്ത ഷീറ്റ് വെച്ചു. അത് കഴിഞ്ഞ് അനാലിസിസ് കഴിഞ്ഞിട്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ആസ് എ പാരന്റ് അല്ലെങ്കിൽ ആസ് എ ടീച്ചർ നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ. നമ്മളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കാണും അല്ലെ. നമ്മളുടെ ഒരു ഒപ്പീനിയൻ അവിടെ ഞാൻ എഴുതിയത് ഫ്രീഡം ഇസ് ദ ബർത്ത് റൈറ്റ് ഓഫ് ദി ഹ്യൂമൻ ബീങ്. സോ ഈച്ച് ആൻഡ് എവറി ചൈൽഡ് ഷുഡ് ഗീവ് ദ ഫ്രീഡം ബട്ട് വിത്തിൻ സം ലിമിറ്റേഷൻസ്. Parents should be there always for supporting, encouraging and guiding them so that the environment should be comfortable for the kids. ഇതാണ് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ ആയിട്ട് എഴുതിയത്. ഇനി നമ്മളിങ്ങനെ പാരന്റ്സിനെ വിസിറ്റ് ചെയ്തു അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് സർവേക്ക് വേണ്ടിയിട്ട് അവരെ വിസിറ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുവാണ് ചില ഇടങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഹെഡിങ് ആയിട്ട് എഴുതാം സപ്പോർട്ട് അല്ലെങ്കിൽ പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ. പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ എന്നുള്ള ഒരു കാര്യത്തിൽ കൊടുക്കാം. ഞാൻ അതിനകത്ത് എഴുതിയത് കാരണം എനിക്കത് ചെയ്യാനുണ്ടായിരുന്നു. ഒരു പാരന്റ് വളരെ നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്, കുട്ടികളെ വല്ലാതെ പണിഷ് ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ ഇഷ്ടങ്ങളൊട്ടും മാനിക്കുന്നില്ല. അങ്ങനെ ഒരു പാരന്റ്, അത് എന്റെ വളരെ ക്ലോസ് ഫ്രണ്ടുമായിരുന്നു കേട്ടോ. ഞങ്ങള് 12 ഇയേഴ്സ് ഒരുമിച്ച് പഠിച്ചതാണ്, നഴ്സറി തുടങ്ങി 10th വരെ. അപ്പൊ ഞാൻ അവളോട് 3 കുട്ടികളുണ്ട്, 2 ആൺകുട്ടി 1 പെൺകുട്ടി. ഹസ്ബൻഡ് സെൻട്രൽ ഗവൺമെന്റ് വർക്ക് ചെയ്യുന്നതാണ്, ഇവൾക്കും ജോബ് ഉണ്ട്. അപ്പം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യും. ഡ്രസ്സ് വാഷ് ചെയ്യും, വീട് ക്ലീൻ ചെയ്യും, ഫുഡ് ഉണ്ടാക്കും. കുട്ടികൾ കുഞ്ഞായിരുന്നപ്പോ അവരെ കുളിപ്പിച്ച് റെഡിയാക്കും സ്കൂളിൽ പോകാനൊക്കെ ആവുമ്പോഴേക്കും. അപ്പൊ എല്ലാവർക്കും രാവിലെ ഇറങ്ങണമല്ലോ, 2 പേരും ജോലിക്ക് പോകും, കുട്ടികളും വിടണം. ചെറിയ കുഞ്ഞ് സ്കൂളിലാകാത്ത മോളാണ് 2ാമത്തത്, മീൻസ് 3ാമത്തത്, ബാക്കി 2 ആൺകുട്ടികളാണ്. അപ്പൊ മോളെ കൊണ്ടുപോയി ഇവരുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്താക്കും വേണം. അപ്പൊ അതിനൊക്കെ റെഡിയാക്കി ഒരു ബഹളമാണ് രാവിലെ അവരുടെ വീട്ടില്. അപ്പൊ ഹസ്ബൻഡ് അത്രയും സപ്പോർട്ടീവ് ആണ്. എന്നിട്ടാണ് ഇവള് കുട്ടികളെ വല്ലാതെ പണിഷ് ചെയ്യുകയും ചെയ്യും, കൈ കിട്ടാൻ എടുത്ത് അടിക്കും. അപ്പൊ അങ്ങനെ സംസാരിച്ചപ്പോ പക്ഷെ ഇവളുടെ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ബിറ്റർ ആയിരുന്നു കേട്ടോ, ഒരു ബിറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവളുടെ ഗ്രാൻഡ് പാരന്റ്സ് ഇവളെ ഭയങ്കരമായിട്ട് പണിഷ് ചെയ്യുമായിരുന്നു. അതിന്റെയൊക്കെ ഒരു ഡ്രോമ ആയിരിക്കാം. മുത്തശ്ശി ഇവളുടെ കൈ ഇങ്ങനെ ഇടികല്ലില്ലേ, ഇടിക്കുന്ന ഒരു കല്ലില്ലേ, അത് വെച്ച് ചതയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ചട്ടകം പഴുപ്പിച്ച് അങ്ങനെ പൊള്ളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പാടിപ്പോ ആ കുട്ടിയുടെ ദേഹത്തുണ്ട്. അന്ന് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു, എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഉള്ള അങ്ങനെ ചെയ്തപ്പോ. ഞങ്ങള് കുഞ്ഞാണല്ലോ ആ സമയത്ത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ആ സമയത്ത്, നമുക്ക് അത്രയും അറിയില്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ നമ്മൾ അതിനെ പ്രതികരിക്കും, ചെറുതാണല്ലോ. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അന്ന്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചൈൽഡ്ഹുഡ് അത്ര നന്നായിരുന്നില്ല ഈ കുട്ടിയുടെ. ഞങ്ങൾ ഫ്രണ്ട്സും ആയിട്ടുള്ളത് ഒഴിച്ച് അവളുടെ വീട്ടിലെ അവളുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബിറ്ററായിരുന്നു. അപ്പം അവളും അതേ ഒരു ആറ്റിറ്റ്യൂഡിൽ കുഞ്ഞുങ്ങളോട് പെരുമാറുക, കാരണം ഈ ഒരു ട്രോമ തന്നെയാണ്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞത് മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇവരോട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോ കുറെ ആൾക്കൊരു വ്യത്യാസം വന്നു കേട്ടോ. പിന്നെ കുറെയൊക്കെ ശരിയായി വന്നു വീട്ടിലെ. ഇനിയിപ്പോ മൂത്ത മോൻ അവന് ന്യൂസിലാൻഡിൽ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോ അവർ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. അങ്ങനെ അവനിപ്പോ ന്യൂസിലാൻഡിൽ പഠിക്കാൻ. 2ാമത്തെ ആൾക്ക് ഹോട്ടൽ മാനേജ്മെന്റ് ആണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ അതിനെ വിട്ടു. പക്ഷേ ഇവരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരുന്നു. ഒരു 8 ഇയേഴ്സ് ബാക്ക് നമ്മൾ പറയുന്നത് അവർ ചെയ്താൽ മതി, അല്ലെങ്കിൽ അവർ സ്പോയിലായി പോകും, നശിച്ചു പോകും എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. അതിന് അവൻ ഹോട്ടൽ മാനേജ്മെന്റ്, മോള് 10th-ലോ 9th-ലോ എന്റെ മോന്റെ പ്രായം, ആ ഒരു പ്രായം അങ്ങനെ ആയിട്ടിരിക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് ഇന്റർവെൻഷൻ നടത്താൻ പറ്റുന്ന ഇടങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇന്റർവെൻഷൻ നടത്തുക തന്നെ വേണം നമുക്ക് പറ്റുന്ന ഇടങ്ങളിൽ. ചിലര് നമ്മളെ പോലെ ആരെങ്കിലും ഒരാളെ നോക്കിയിരിക്കുകയായിരിക്കും കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാണ്ടായിട്ട്. അങ്ങനെ നിങ്ങൾ ഒന്ന് സെലക്ട് ചെയ്യും സ്ഥലങ്ങൾ. പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺന്നോ സപ്പോർട്ടെന്നോ കൊടുക്കാം. ഞാൻ 2ആയിട്ട് എഴുതിയിട്ടുണ്ട്. Proper support and proper care should be given to the child for their physical and mental development. So each parent should take care of these things. എന്ന് പറഞ്ഞാൽ ഞാൻ എൻഡ് ചെയ്തേക്കണേ. അപ്പൊ ഫസ്റ്റ് ഫ്രണ്ട് ഷീറ്റ് സർവേയുടെ ടൈറ്റിൽ കൊടുക്കണം, സബ്മിറ്റ് ചെയ്തത് ആരാന്നുള്ള ഡീറ്റെയിൽസും ബാച്ചും എല്ലാം കൊടുക്കുക. 2nd പേജിൽ പ്രിഫൈസ് എഴുതുക, സർവേയുടെ പ്രാധാന്യം, എന്തുകൊണ്ട് ഇത് നടത്തുന്നു എന്നുള്ള രീതിയിൽ. 3rd പേജിൽ ഇൻഡെക്സ് പേജ്, കണ്ടെക്ട്സ്, അതിൽ 1, 2, 3 ABCD നെയിം ചെയ്തിട്ട് നെക്സ്റ്റ് പേജുകളിൽ വരുന്ന കാര്യങ്ങൾ കൊടുക്കുക. കണ്ടെക്ട്സ് കഴിഞ്ഞിട്ട് 1ാമതായിട്ട് അതിൽ വരേണ്ടത്
എയിം ഓഫ് ദ പ്രോജക്ട്. നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കണമെങ്കിലൊക്കെ കൊടുക്കാം കേട്ടോ. ദാറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും റിപ്പോർട്ട് തയ്യാറാക്കാം. റിപ്പോർട്ടിന്റെ ഒരു ഫോമാറ്റ് വേണമെന്നേ ഉള്ളൂ. എയിം ഓഫ് ദ പ്രോജക്ട്, ദെൻ ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. പിന്നെ ഡേറ്റ മെത്തേഡ്, നമ്മൾ ഈ ഡേറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡ്, എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, നേരിട്ടാണോ ഫോൺ വഴിയാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കളക്ട് ചെയ്ത ഡേറ്റയുടെ ഷീറ്റ്സ് വെക്കാം. അത് കഴിഞ്ഞിട്ട് അനാലിസിസ്, ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ അനലൈസ് ചെയ്തൊരു റിപ്പോർട്ട് ഉണ്ടാക്കുമല്ലോ, അത് എഴുതാം. ചെറിയ ചെറിയ പാരഗ്രാഫ് മതി. പിന്നെ നമ്മളുടെ ഒരു ഒപ്പീനിയൻ. പിന്നെ പ്രോഗ്രസീവ് വർക്ക്സ് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ചിലത് ചിലപ്പോൾ എല്ലാ പാരന്റ്സും നല്ല പോസിറ്റീവ് ആയിട്ടായിരിക്കുള്ള റെസ്പോൺസ് ആയിരിക്കും. സോ നമുക്ക് എഴുതാം ദർ ഈസ് നോ നീഡ് ഓഫ് എനി പ്രോഗ്രസീവ് വർക്ക്സ് എന്ന് പറഞ്ഞിട്ടോ സപ്പോർട്ട് നമുക്ക് എഴുതാം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഷനും കൂടെ കൊടുക്കണം കേട്ടോ. കൺക്ലൂഡ് ചെയ്യണം, കൺക്ലൂഷനും കൂടെ കൊടുക്കുക. ഇത്രയുമാണ് ഒരു റിപ്പോർട്ടിന്റെ ഒരു ഫോമാറ്റ് ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ചെയ്ത് തുടങ്ങിക്കോളൂ. കാര്യം വൈവയുടെ ടൈമിലാണ് വാല്യൂ ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും വൈവയ്ക്ക് വരുമ്പോൾ കണ്ടുവരുന്നൊരു പ്രതിഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവേ ചെയ്യാനേ പോവില്ല. എന്റെ വീടിനടുത്ത് കുട്ടികളില്ല, ഇതാണ് പറയുന്നത്, മറുപടി പറയുന്നത്. ബട്ട് നമുക്ക് വീടിനടുത്ത് തന്നെ വേണമെന്നില്ലല്ലോ. നമുക്ക് നമ്മുടെ കോണ്ടാക്ട്സിൽ നമുക്ക് വിളിക്കാം. നമ്മുടെ ഫാമിലിയിൽ കസിൻസിലൊക്കെ തന്നെ ഉണ്ടാവില്ലേ പല പല ഏജിലുള്ള കുട്ടികൾ. അതുകൊണ്ടാണ് ഞാൻ പ്രീ സ്കൂൾ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ നോക്കാം എന്ന് പറഞ്ഞത്. ചിലര് അവനവന്റെ കുട്ടികളെ പറ്റി തന്നെ ചെയ്തിട്ടുണ്ട്, അതിലൊരു പാരന്റ് ആയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും എളുപ്പമാണ്, ഫോം ഒന്ന് കൊടുത്തു വിട്ടാൽ മതി കുട്ടികളുടെ കയ്യിൽ. അത് സർവേ ആണെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. സ്കൂളിൽ നിന്ന് ആകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ പാരന്റ്സ് നമ്മുടെ ഗ്രൂപ്പിലുള്ളവരോട് തന്നെ ചോദിക്കാൻ പാടില്ലേ? പാരന്റ്സ് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും ചോദിക്കാം. നമ്മൾ പിന്നെ ഇത് ആരുടെ പേരും, അപ്പൊ എന്റെ ഉണ്ടായിരുന്ന ഷീറ്റിലെ നെയിം ഓഫ് ദ പാരന്റ്, നെയിം ഓഫ് ദ കിട്ടുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളായിരുന്നു. ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് നിങ്ങൾക്ക് ഷീറ്റ് ഇത് തന്നിരിക്കുന്നത്. പാരന്റിന്റെ പേര് എഴുതണമെന്ന് കഴിഞ്ഞാൽ, അഥവാ ചിലർക്ക് പേരൊക്കെ എഴുതാന്നതിന് പ്രശ്നം ഉണ്ടാവില്ല. ചിലരുടെ പ്രശ്നം പറയുകയാണെങ്കിൽ XY എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. ഞാൻ പക്ഷെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഷീറ്റില് പാരന്റ്സിന്റെ പേര് എന്നുള്ള ആ ഒരു ലൈൻ മാറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പാരന്റ്സിന്റെ പേര് എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് അത് ഇമ്പോർട്ടൻസ് അല്ല. നമുക്ക് ഓരോ സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്ന ആളുകൾ കുട്ടികളെ എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളത് അറിയുക എന്ന് മാത്രം. അവിടെ എന്തെങ്കിലും നമ്മൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ സർവേ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ചെയ്ത് തുടങ്ങിക്കോളൂ. കാരണം വൈവയ്ക്ക് വരുമ്പോൾ പലരും ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ ചിലപ്പോ രണ്ടുപേരുടെ കളക്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ സർവേ എന്ന് പറയുമ്പോൾ. രണ്ടുപേരുടെ ഒന്നും പോരാലോ, രണ്ടുപേരുടെ കളക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ കാണും. പിന്നെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടേ ഉണ്ടാവില്ല. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷനിൽ അസൈൻമെന്റ് ആൻഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു കോളം വരുന്നത്. 100 മാർക്സ് ആണ്. അതിൽ നിങ്ങളിപ്പോ എത്ര അസൈൻമെന്റ് ചെയ്താലും 50 മാർക്സേ അസൈൻമെന്റ് പോകുള്ളൂ. ബാക്കി 50 മാർക്ക് ഈ സർവേക്ക് അടക്കാൻ. സർവേ അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് പകുതി മാർക്ക് സർവേ. ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവരും കൂടെ സമ്മതിച്ചാണ് സർവേക്ക് 50 മാർക്സ് കൊടുക്കണം എന്നുള്ളത്. അപ്പം നമ്മള് എന്നിട്ടും ചെയ്യാതെ വരുമ്പോ നമുക്ക് 50 മാർക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അസൈൻമെന്റിന്റെ മാർക്കേ ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ ഞങ്ങൾ പിന്നെ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈവയ്ക്ക് ഈ ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കും. എന്നിട്ട് അവരുടെ റെസ്പോൺസ്, അപ്പൊ നല്ല രീതിയിൽ മറുപടി പറയുന്നവരുണ്ടാവും. അവര് സർവേ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ നല്ലപോലെ റിപ്പോർട്ട് എഴുതാൻ പറ്റുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് വല്ല 20 മാർക്കോ 15 മാർക്കോ ഒക്കെ അവിടെ കൊടുക്കും. അവസാനം മാർക്ക് ലിസ്റ്റ് വരുമ്പോഴേക്കും എനിക്ക് ഇവിടെ എന്താ മാർക്ക് കുറഞ്ഞു പോയി, ഞാൻ എല്ലാ അസൈൻമെന്റും സബ്മിറ്റ് ചെയ്തു, എനിക്ക് ഫുൾ മാർക്ക് അസൈൻമെന്റ് കിട്ടി. അസൈൻമെന്റ് ചിലപ്പോൾ മാർക്ക് 50-ല് 48, 45, 46 ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ സർവേ ചെയ്യുന്നതുകൊണ്ടാണ് 75 ഒക്കെ മാക്സിമം അതിന് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. റിപ്പോർട്ട് എഴുതാതെ വരുമ്പോൾ. അപ്പൊ ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ അവർക്ക് നമുക്ക് മാർക്ക് കൊടുക്കാം. 48, 49 ഒക്കെ. മാം, ഈ സർവേക്ക് എന്താണ് ടൈറ്റിൽ കൊടുക്കേണ്ടത്? സർവേയുടെ ടൈറ്റില് നമ്മള് ഫ്രണ്ട് ഷീറ്റില് സർവേ ആൻഡ് പ്രോജക്ട് മിനി റിസർച്ച് എന്നാണ് കൊടുക്കുന്നത്. പിന്നെ ക്വസ്റ്റ്യനേ ഉള്ളൂ, ഈസ് ചൈൽഡ് കെയർ ഇൻ അവർ ഹോം ഈസ് സയന്റിഫിക് ഓർ നോട്ട്. അപ്പൊ സർവേ ആൻഡ് പ്രോജക്റ്റ് എന്ന് മാത്രം കൊടുത്താൽ മതിയോ? സർവേ ആൻഡ് പ്രോജക്ട് ബ്രാക്കറ്റ് മിനി റിസർച്ച് എന്ന് കൊടുക്കും. നമ്മളൊരു റിസർച്ചിന് പോവുകയാണ്. റിസർച്ച് എന്ന് പറയുന്നത് എത്ര കാലം വേണമെങ്കിൽ നമുക്ക് ചെയ്യാല്ലേ. റിസർച്ച് എന്ന് പറയുന്നത് നിർത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഒരു കുട്ടി എന്നോട് പറഞ്ഞത്, ഞാനിത് നിർത്തിയിട്ടില്ല, ഞാൻ ഇനിയും ചെയ്യുന്നു എന്നോട് പറഞ്ഞു വൈവയ്ക്ക് വന്നപ്പോ. നമുക്ക് അത്രയും ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് അതിലൊരു വസ്തുത.
ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഷെയർ ചെയ്തേക്കാം. ഞാനിപ്പോ തന്നെ ഷെയർ ചെയ്യാനുള്ള മെസ്സേജ് കൊടുത്തേക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് പോവാം. ഇതൊന്ന് സർവേ പറ്റി എനിക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? മിസ്, ഈ സർവേക്ക് ഈ ഫോം നമുക്കും ഫില്ല് ചെയ്യാൻ പാടില്ലേ? നമ്മളും ഒരു പാരന്റ് അല്ലേ? യെസ്, തീർച്ചയായിട്ടും ചെയ്യാം. ഏത് ടോപ്പിക്കാണ് എടുക്കാണ്ടെന്ന് പറഞ്ഞ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിപെൻഡൻസോ? ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. മാം ഒരു ഡൗട്ട് കൂടി ചോദിച്ചോട്ടെ ഈ പ്രോജക്റ്റിനെ കുറിച്ച്. മാം ആദ്യം പിന്നെ ഇതിന്റെ രീതി എന്ന് പറഞ്ഞത് ആദ്യം ഫസ്റ്റ് ടൈറ്റിലാന്ന് പറഞ്ഞു, പിന്നീട് ഇൻട്രൊഡക്ഷന്, അങ്ങനെ എത്ര സംഭവങ്ങൾ വേണമെന്നാണ് പറഞ്ഞത്, പിന്നെ ഒബ്ജക്റ്റീവ്, പിന്നെ ഞാനൊരു ഫോർമാറ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന പേജിനകത്തുണ്ട്. ഓക്കെ ഓക്കെ മാം. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അത് നിങ്ങളുടേതായ രീതിയിൽ കുറച്ചുകൂടെ സിമ്പിൾ ആക്കണോ, സിമ്പിൾ ആക്കണം. ഓക്കെ മാം. പക്ഷെ എന്തും തന്നെയാണ് ഒരു റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ. ഫ്രണ്ട് ഷീറ്റ്, പിന്നെ ഒരു പ്രിഫൈസ്, ഇൻഡെക്സ് പേജ്, പിന്നെ ഇൻട്രൊഡക്ഷൻ, എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്, അങ്ങനെ ലാസ്റ്റ് കൺക്ലൂഷൻ, അനാലിസിസ്, ഒപ്പീനിയൻ ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കൺക്ലൂഷൻ, അങ്ങനെയുള്ള രീതിയിൽ. അതൊക്കെ അപ് ടു യു, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അതിനെ മാറ്റാം. അക്നോളജ്മെന്റ് ഒക്കെ അതിൽ ഉൾപ്പെടുന്നു? തീർച്ചയായിട്ടും ചെയ്യാം. പിന്നെ റെഫറൻസസ് ചെയ്യാം. നിങ്ങൾ എന്തെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടോ ഇതിനെ അനാലിസിസ് ചെയ്യാനായിട്ട്? ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എങ്ങനെയാണെന്ന് വേണ്ടി നമ്മൾ വല്ല ബുക്ക് റെഫർ ചെയ്യോ, പിന്നെ ഇവർക്ക് എന്തെങ്കിലും എടുക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ലാസ്റ്റ് റെഫറൻസസ്, അനെക്സോ അങ്ങനെ എന്തോ അല്ലേ പറയുന്നത്, സജഷൻസ്, റെക്കമെൻഡേഷൻ ഒക്കെ ഉൾപ്പെടുത്താമോ? ഉൾപ്പെടുത്താം. ഓക്കെ. ഏറ്റവും നന്നാക്കുക റിപ്പോർട്ട്. കാരണം ഒരാളെടുത്ത് വായിക്കുമ്പോഴേക്കും മനസ്സിലാണോ, ഇറ്റ്സ് വെരി ഗുഡ് എന്നുള്ള ഒരു ഫീല് വരണം. നമുക്കും ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സ്വയം ഒന്ന് പറയണം ഐ ആം ഗുഡ്. അപ്പൊ ആ ഒരു രീതിയിൽ പെർഫെക്റ്റ് ആക്കുക, ചെയ്ത് തീർക്കുക, മാർക്ക് അങ്ങനെ ഉദ്ദേശിച്ച് ഒരിക്കലും നമ്മളുടെ വർക്കുകൾ ചെയ്യരുത്. ഈ ഒരു ഇതിനകത്ത് ഈ റീസണിന് വരുന്ന വരെയുള്ള ഭാഗം ഒന്ന് ആരെങ്കിലും റീഡ് ചെയ്യാമോ? ഇതൊന്ന് 1, 2, 3 പാരഗ്രാഫോ മറ്റു വരുന്നത്. യെസ് പ്ലീസ്. Law of independence. Little children from the moment they are born and are making their way towards independence. In their childhood, children fight for independence. Through the process of evaluation, the child earns more independence and uses this to allow his own inner guide for his actions. For Montessori, the attainment of independence is needed to the child's normal development. No one can be free unless he is independent. The child uses his independence to his own inner guide for actions that can be useful to him. In fact, he who is served is controlled in his independence. We habitually serve children, and this is not an only act of servility towards them, but it is dangerous, since
it tends to suffocate their useful spontaneous activity. Maria Montessori meant independence as a biological term to be independent. One must function without the instant help of others. In human development, the achievement of successive grades of independence corresponds to experience such as learning to walk, talk, reason, and so forth. No animal, however independent, can be free in the sense in which a man can achieve freedom. For the independence of choice is bound with the power to think and reason. Thank you. ഓക്കെ, സോ ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. നമ്മൾ ആദ്യത്തെ പറഞ്ഞ ലോ ഓഫ് വർക്ക് അല്ലെ, കുട്ടികളുടെ നാച്ചുറൽ ഡെവലപ്മെന്റില് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചില ലോസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ലോ ഓഫ് വർക്ക്. നമ്മൾ വിചാരിക്കും കുട്ടി കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുമ്മാ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് എന്നൊരു കമന്റ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അവിടെ ഭയങ്കരമായ ഇന്റലിജൻസ് ഒക്കെ വർക്ക് ചെയ്യുക, ഭയങ്കര ക്രിയേറ്റിവിറ്റി ഒക്കെ. അതുകൊണ്ടാണ് മറിയ മോണ്ടിസോറി അതിനെ വെറുതെ പ്ലേ എന്ന് പറയാതെ വർക്ക് ടു പ്ലേ, ആ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ജോലിയാണ്. അവര് സ്വയം ശരിയാകാനുള്ള ഒരു വർക്കാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇതിന് കുട്ടിയെ ഇൻഡിപെൻഡന്റ് ആക്കണം. അതായത് കുട്ടിക്ക് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുട്ടി ഇൻഡിപെൻഡന്റ് ആവുന്നു, തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു. അതാണ് നമ്മൾ പറയുന്നത്. ആ ഒരു ഫ്രീഡം കൊടുത്തില്ലെങ്കിൽ, അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുകയാണ്, കുട്ടിയെ കൊണ്ട് പലതും ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല. അങ്ങനെ വരുമ്പോ കുട്ടി ഒന്നും വല്ലാതെ ഡിപ്പെൻഡന്റ് ആകും. കുട്ടി ഇൻഡിപെൻഡന്റ് ആകണമെങ്കിൽ അവന് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യണം എന്നാണ് മറിയ മോണ്ടിസോറി പറഞ്ഞത്. അവര് ആ ഒരു ഡിപ്പെൻഡൻസിന്ന് ഫ്രീ ആകുമ്പോൾ, അതാണ് ആ ഫസ്റ്റ് സെന്റൻസിൽ, ലിറ്റിൽ ചിൽഡ്രൻ ഫ്രം ദ മൊമെന്റ് ദേ ആർ വീറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീഡ് ഫ്രം ഇൻഡിപെൻഡൻസ്, ഫ്രീഡ് ഫ്രം ഡിപ്പെൻഡൻസ്. ഡിപ്പെൻഡൻസ് അല്ല, ഡിപ്പെൻഡൻസി, അതായത് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നും അവര് ഫ്രീ ആകുന്ന ആ ഒരു മൊമെന്റ്, വീറ്റ്, WEAD എന്ന് പറഞ്ഞാൽ ഫ്രീഡ് ഓഫ് ഡിപ്പെൻഡൻസ്. അവര് പിന്നെ ഇൻഡിപെൻഡൻസിലേക്കുള്ള യാത്രയിലാണ്. അവരുടെ ആ ഒരു വേ ആണ് ടുവേഴ്സ് ഇൻഡിപെൻഡൻസ്. ചൈൽഡ്ഹുഡിൽ പലപ്പോഴും അവർ ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടാകും അല്ലെ. ഞാൻ ചെയ്യാന്ന് പറഞ്ഞോണ്ട്, ഞാൻ തന്നെ കഴിച്ചോളാം, ഞാൻ തന്നെ ഡ്രസ്സ് എന്തെങ്കിലും ഇടുകയാണെങ്കിൽ ഞാൻ തന്നെ ഇട്ടോളാം, ഷൂ ഇടുവാണെങ്കിൽ. അപ്പൊ അവരെ മിക്കപ്പോഴും ഒരു എന്തൊരു വാശിയ, ബട്ട് ആക്ച്വലി അവർ ഇൻഡിപെൻഡന്റ് ആവാനുള്ള ഒരു ഫൈറ്റ് ആണ് അവരവിടെ നടക്കുന്നത്. ഈ ഒരു പ്രോസസ്, ആ ഒരു ഇവല്യൂഷൻ, ചേഞ്ച് നടക്കുകയാണ്. ഡിപ്പെൻഡൻസിന്ന് ഇൻഡിപെൻഡൻസിലേക്കുള്ള യാത്ര, ആ ഒരു ചേഞ്ച്. അപ്പൊ കുറെ കാര്യങ്ങൾ ഈ സമയത്ത് കുട്ടി മനസ്സിലാക്കും. ഇവൻ ഓരോ ആക്ഷൻസ് ചെയ്യുന്നതും അവന്റെ ഇന്നർ ഗൈഡ് തന്നെയാണ്. അത് നമ്മൾക്കും ഉണ്ടല്ലോ അല്ലെ. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും നമ്മൾ പറയണ്ട, ആരോ ഉള്ളിലിരുന്ന് പറയണ്ട ചെയ്യണ്ട, ശരിയാവില്ല, അല്ലെങ്കിൽ ധൈര്യമായിട്ട് ചെയ്തോളൂ, ശരിയാവും, ഇങ്ങനെയൊക്കെ ഒരു ഉൾവിളി എന്നൊക്കെ നമ്മൾ പറയാറില്ല. സെയിം തന്നെ എല്ലാ മനുഷ്യന്റെ ഉള്ളിലുണ്ട് ആ ഒരു ഇന്നർ ഗൈഡ്, ഒരു ത്വര എന്നൊക്കെ പറയില്ലേ, ഒരു ആർജ്. അപ്പൊ അവന്റെ ഓരോ ആക്ഷൻസും അവന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ഗൈഡൻസ് തന്നെയാണ് നടക്കുന്നത്. മോണ്ടിസോറി പറയുന്നത് ഇൻഡിപെൻഡൻസ് കുട്ടിയുടെ നോർമൽ ഡെവലപ്മെന്റിന് വളരെ നെസസറി ആയിട്ടുള്ള കാര്യം തന്നെയാണ്, അത്യാവശ്യം തന്നെയാണ്. ആരും ഫ്രീ ആകില്ല, ഇൻഡിപെൻഡന്റ് ആയില്ലെങ്കിൽ ആരും ഫ്രീ ആവില്ല. നോ വൺ ക്യാൻ ബി, അല്ലെങ്കിൽ നമ്മളെ ഒരു മണി അടച്ചിട്ട പോലെ നമുക്ക് ഫീൽ ചെയ്യും. നോ വൺ ക്യാൻ ബി ഫ്രീ അൺലെസ് ഹി ഈസ് ഇൻഡിപെൻഡന്റ്. കുട്ടി ഈ ഒരു ഇൻഡിപെൻഡൻസ് യൂസ് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു ഇന്നർ ഗൈഡ് ഉണ്ട്. അതെല്ലാം അതിനെ ആണ് കേൾക്കുന്നത്, കേട്ട് ഓരോ ആക്ഷൻസും ചെയ്യുന്നത് ഈ ഒരു ഇന്നർ ഗൈഡൻസ് വെച്ചിട്ടാണ്. നമ്മള് സാധാരണ കുട്ടികൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മള് അത് അവരെ കൊണ്ട് തന്നെ മുഴുവൻ ചെയ്യിക്കാതെ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കാനായിട്ട് നമ്മൾ നോക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും അത് അവരുടെ ഡെവലപ്മെന്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കും, ഒരു നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. സ്പോണ്ടേനിയസ് ആയിട്ട് പലതും വരണം, അല്ലെങ്കിൽ അത് അവരെ സഫോക്കേറ്റ് ചെയ്യും പലപ്പോഴും. അവർ തന്നെ ചെയ്യട്ടെ, ലെറ്റ് ദം ഡു എന്നുള്ള രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക മാത്രമാണ്. പിന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. കാരണം ഇപ്പം ആ കുട്ടി തന്നെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, കാരണം ഇപ്പൊ ഇച്ചിരി വെയിറ്റ് ഉള്ള സാധനം കൊണ്ടുപോവാണ്, കുട്ടിയുടെ കാലിലേക്ക് വീഴും, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം.
നമ്മൾ അവരെ ഒരു കെയറിങ് ലവിങ് രീതിയിലാണ് നമ്മളുടെ ഒരു അപ്രോച്ച്. അല്ലെങ്കിൽ നമ്മൾ ഷൗട്ട് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും അവർക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. കെയറിങ് ലവിങ് രീതിയിൽ ഒരു അഡൾട്ട് ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് കുട്ടിയുടെ കൂടെ ഉണ്ടെങ്കിൽ കുട്ടിക്ക് വളരെ ആക്സെപ്റ്റബിൾ പേഴ്സൺ ആയിട്ട് അവർ മാറും, റോൾ മോഡൽ പോലെ. കുട്ടിക്ക് എപ്പോഴും അഡൾട്ട് ആകുമ്പോഴും ഈ അഡോളസൻസ് പ്രായമൊക്കെ ആകുമ്പോഴേക്കും എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോഴോ പഠിക്കുമ്പോഴോ ഒക്കെ കുട്ടിക്ക് സംശയം ചോദിക്കാൻ എപ്പോഴും ആ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു അഡൾട്ടിനെ കുട്ടി അപ്രോച്ച് ചെയ്യും. അങ്ങനെ ഒരാളെങ്കിലും കുട്ടിയുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ കുട്ടിയെ കൊണ്ട് ഒന്നും ചെയ്യിക്കാതെ എന്നല്ല, കുട്ടി ഇത് തന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ ഒരു സപ്പോർട്ട് തന്നെ അവരുടെ അടുത്ത് നിന്ന് വേണം. പക്ഷെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതിലേക്ക് വരുമ്പോൾ ആ സമയത്ത് നമുക്ക് ഇന്റർവ്യൂൻ ചെയ്യാം. മറിയം ഇങ്ങനെ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഒരു ഇൻഡിപെൻഡൻസ് പോസിബിൾ ആകണമെങ്കിൽ മറ്റുള്ളവര് കുട്ടി എപ്പോഴും ഇങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കരുത്. കാരണം കുട്ടി ഒരു ജഗ്ഗില് വെള്ളം ഒഴിക്കുന്നു, നീ ഒഴിക്കണ്ട ഞാൻ ചെയ്തോളാം, നീ ചെയ്താൽ ശരിയാകില്ല, ദാറ്റ് ടൈപ്പ് ഓഫ് കമന്റ് ഒക്കെ വരുമല്ലോ. അപ്പൊ അതൊക്കെ കുട്ടിയുടെ ആ ഒരു സെൽഫ് എസ്റ്റീം കോൺഫിഡൻസിനെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഓക്കെ, സോ അതുകൊണ്ട് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഈ ഒരു അച്ചീവ്മെന്റ് ശരിക്കും ആ ഒരു ഇൻഡിപെൻഡൻസ് ഒരു സക്സസീവ് ഗ്രേഡ് ആണ്. ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുട്ടിയുടെ ഡെവലപ്മെന്റിന്റെ പീക്കിലേക്ക് എത്തിക്കാനുള്ള ശരിക്കും ഒരു ടൂൾ തന്നെയാണ് കുട്ടിയെ ചെറുപ്പം തുടങ്ങി പല കാര്യങ്ങളിലും ഫ്രീ ആക്കുന്നതും ഇൻഡിപെൻഡന്റ് ആക്കുന്നതും. പലപ്പോഴും കണ്ടിട്ടില്ലേ, നടക്കാനായിട്ട് പഠിക്കും, കുറച്ച് സ്റ്റെപ്പ് നടക്കും, കുട്ടി വീഴും, അവിടുന്ന് വീണ്ടും എണീക്കും, വീണ്ടും നടക്കും, വീഴും, അങ്ങനെ 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 കുറച്ച് കഴിയുമ്പോഴേക്കും ബോഡിയുടെ കൺട്രോളും അവന്റെ ആക്ഷൻസിന്റെ കൺട്രോളും അവന് തന്നെ കിട്ടും. ആ ഒരു കൺട്രോൾ ചെയ്യാനായിട്ട് വരും. പിന്നെ നടക്കുമ്പോൾ കുട്ടി വീഴുകയില്ല. ആ ഒരു കോൺഫിഡൻസ് പലപ്പോഴും പാരന്റ്സിൽ കാണും. നമ്മളിങ്ങനെ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ചെറിയ കുഞ്ഞ്, ഈവൻ നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ ഇതേ പ്രായം കഴിഞ്ഞ് വലുതായാലും ഒരു ചെറിയ കുഞ്ഞ് നടക്കുമ്പോഴേക്കും നമുക്കും പെട്ടെന്ന് തോന്നും കുട്ടി ഇപ്പൊ വീഴുന്നു. പക്ഷെ പാരന്റ്സിന്റെ ഒരു കോൺഫിഡൻസ് നമുക്ക് കാണും. എവിടെയും ഇങ്ങനെ വായിച്ചിട്ടുണ്ടോ, വീഡിയോ എന്തോ കണ്ടിട്ടുള്ള പോലെ ഒരു ഓർമ്മ. അതായത് ഒരു കുട്ടിയുടെ ഒരു അച്ഛൻ എന്താ പറയാ മുന്നിലല്ല കുട്ടിയെ ഫ്രണ്ടിൽ നടത്തിയിട്ട് ബാക്കിൽ അച്ഛൻ വരുമോ അതൊക്കെ പറ്റുക. കുട്ടി ഫ്രണ്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്, ബാക്കിൽ അച്ഛൻ വരുന്നുണ്ടെന്ന് കുട്ടിക്ക് അറിയാം. നടക്കുന്ന വഴിയിൽ കുട്ടി ഒന്ന് വീണു. അപ്പൊ അവൻ അവിടെ തന്നെ വീണ അതേപോലെ തന്നെ കിടന്നു. കാരണം അച്ഛൻ വരുന്നുണ്ടല്ലോ, അച്ഛൻ എന്നെ വന്ന് എടുത്തോളും എന്നൊരു പ്രതീക്ഷയില്. പക്ഷെ കുട്ടിയുടെ അച്ഛൻ എന്ത് ചെയ്തു, നോക്കാതെ കുട്ടിയെ ക്രോസ് ചെയ്തു പോകും. അവന് മനസ്സിലായി ഞാൻ തന്നെ എണീക്കുന്നത്. അങ്ങനെ അവൻ തന്നെ എണീറ്റ് വേഗം നടന്ന് അച്ഛന്റെ അടുത്തെത്തും. അപ്പൊ നമ്മൾ അവിടെ എടുക്കാൻ ഒരാളുണ്ട് എന്നുള്ള ആ ഒരു മടി, അതായത് ചില സമയത്ത് ഇവർക്ക് മടി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകുമല്ലോ, അത് ഇല്ലാതാക്കാനും കൂടിയുള്ളൊരു കാര്യമായിരുന്നു കുട്ടിയുടെ പാരന്റ് ചെയ്തത്. അവർക്ക് മനസ്സിലായി ഞാൻ തന്നെ ചെയ്യണം. അപ്പൊ അങ്ങനെ ആ ഒരു ഇൻഡിപെൻഡൻസ് നമുക്ക് ഏത് രീതിയിലും, അപ്പൊ ചിലപ്പോ ഒരു ഫോൾസ് വാക്റ്റിംഗ് ഒരു കാര്യം മറിയം മോണ്ടിസോറി ഇടയ്ക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് കുട്ടി ക്ഷീണം അഭിനയിക്കും, നമ്മളത് മൈൻഡ് ചെയ്തില്ല, ലെറ്റ് ഹിം ഡു, ആ ഒരു രീതിയാണ് ഇവിടെ അച്ഛൻ ചെയ്തത്. അവൻ തന്നെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ, വീണാലും അവിടെ നിന്ന് എണീറ്റ് ഞാൻ തന്നെ നടക്കണം എന്നൊരു ഒരു മെസ്സേജാണ് അവനിലേക്ക് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. സർവേയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഞാൻ മിക്കവാറും ഈ ഡെവലപ്മെന്റ് ഓഫ് ഫീൽഡ് എന്നുള്ള ടോപ്പിക് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഏതെങ്കിലും ഈ ഒരു ടോപ്പിക് ഇൻഡിപെൻഡൻസ് കഴിയുവാണെങ്കിൽ അതങ്ങ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ താങ്ക് യു. മാം റെക്കോർഡിന്റെ കാര്യം പറയാൻ പറഞ്ഞിരുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ. പക്ഷേ സെക്കൻഡ് ആൻഡ് തേർഡ് ഫസ്റ്റ് സെക്കൻഡ് കഴിഞ്ഞു, ഇനി തേർഡ് മുതലുള്ള ഫസ്റ്റ് സെക്കൻഡ് നിങ്ങൾ എഴുതി കഴിഞ്ഞവരുണ്ട്. ഫസ്റ്റും ഫോർത്തുമാണ് കഴിഞ്ഞേക്കുന്നത് മാം. അതല്ലേ ഫോർത്ത്. ഓക്കെ ഓക്കെ, അത് പറയാം. അതിന് മുമ്പ് ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തീർക്കണം. കാരണം പാർട്ട് 1 പാർട്ട് 2 തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമാണോ ഇനി പാർട്ട് 2 തീരാനുള്ളത്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. ഇത് രണ്ടും തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ടേം എക്സാമിനേഷന്റെ ഡേറ്റ് കൊടുക്കണം. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു 11th ബാച്ച് വരെ ടേം എക്സാമിനേഷന്റെ ആയി കഴിഞ്ഞു. 12ഉം 13ഉം കൂടെ ഉടനെ കൊടുക്കണം തോന്നുന്നു. അപ്പൊ ഈ രണ്ട് ടോപ്പിക് തീർന്നാലാണ് നമുക്ക് അത് ഇൻഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നോക്കട്ടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എടുക്കുന്ന ഏത് ടീച്ചറാണെന്ന് നോക്കിയിട്ട് അത് പ്ലാൻ ചെയ്യും. എന്നെ ഓർമ്മിച്ചാൽ മതി റെക്കോർഡിന്റെ കാര്യം. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? Good morning, ma'am, and good morning, all. Today, Disha ma'am gives some details to take the survey. Thank you, ma'am, for your information.
After that, we move on നമ്മളെല്ലാവരും that is more of independence. It means that children naturally want to become independent. This will help them to grow, develop normally. Thank you, ma'am, for your informative class, and thank you, my classmates, for your attention. See you in next class. Have a good day. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.